हरे कृष्णा सर्वम कृष्ण अर्पणमस्तु. പ്രഭുപാദ് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ കർക്കിടക മാസത്തിലെ ഹനുമത് ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ലേറ്റായി. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അന്നത്തെ പോലെ എന്തെങ്കിലും മൈക്കിൻ്റെ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നും പറയുന്നത് പോലെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, എൻ്റെയും ഉത്തരവാദിത്തമാണ്. നാളെ ക്ലാസ് ഇല്ല, തുടക്കമേ പറയാം. നാളെ ക്ലാസ് ഉണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. പിന്നെ വേറെന്താ വിശേഷം? ആരൊക്കെയോ അമ്പലത്തിൽ പോയി എന്ന് പറയുന്നു, വളരെ സന്തോഷം. പിന്നെ ആരും ചോദിച്ചു മൈലാഞ്ചി ഇട്ടോ കർക്കിടകത്തിൽ. ഞാൻ മൈലാഞ്ചി യൂസ് ചെയ്യാറില്ല. ടുഡേ വെരി ക്ലിയർ. ഓ സൂപ്പർ. ഞാൻ മൈലാഞ്ചി യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഷൂട്ടിനോ മറ്റോ വേണ്ടിയിട്ടൊന്ന് ആ ടൈമിന് ഇടേണ്ടി വന്നാൽ ഒരു ടെമ്പററി യൂസ്, അല്ലാതെ ഒന്നും മൈലാഞ്ചി ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിലൊരു ഓഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള സുനിൽ പ്രഭുവിന് നമ്മളൊരു വീൽ ചെയർ കൊടുക്കുന്നു എന്നുള്ളത്. സൂപ്പർ. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം, ഒരു 2-3 വർഷമായിട്ട് അറിയാം. പാവം 2 കാലും തളർന്നിരിക്കുന്ന ഒരു നല്ല ഗായകനാണ്.
സൗണ്ട് കുറവാണെന്നോ, ഇനി എന്ത് ചെയ്യും, ഇത്രയും വോളിയമുള്ളൂ ഇതിന്. അപ്പോൾ അദ്ദേഹം 2 കാലും തളർന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വയ്യാത്ത സ്ത്രീയാണ്. അതുപോലെ 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിൽ ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിച്ച് വന്നിട്ട്, മഹിളമണി മാതാജി ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിച്ച് വന്നിട്ട് അതിലിരുന്നുകൊണ്ട് പാട്ട് പാടിയിട്ട് ബക്കറ്റിൽ എന്തെങ്കിലും പൈസ എല്ലാവരും ഇങ്ങനെ ഡൊണേഷൻ കൊടുക്കുമ്പോൾ അത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ വീൽ ചെയർ ഇപ്പോൾ കേടായി, 4-5 വർഷത്തെയാണ്. അപ്പോൾ എന്നെ വിളിച്ചു അദ്ദേഹം ചോദിച്ചത് ഒരു സെക്കൻഡ് ഹാൻഡ് വീൽ ചെയർ കിട്ടുമോ എന്നായിരുന്നു. പക്ഷേ എനിക്കത് സെക്കൻഡ് ഹാൻഡ് കൊടുക്കാൻ തോന്നിയില്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും, കംപ്ലൈൻറ്റ് ആയാലും. അപ്പം ഞാനത് പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലേക്ക് ഒത്തിരി പേര്, നല്ല മനസ്സുള്ള ഒരുപാട് പേര് സഹായിച്ചു. ഒരുപാട് സന്തോഷം. എല്ലാവരുടെ പേര് വിവരങ്ങളും നിങ്ങളുടെ ഡൊണേഷൻസ് ഉടൻ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നോക്കി വരികയാണ്. അപ്പോൾ വിചാരിക്കരുത് മാതാജി കുറച്ച് പേരുടെ പേരിട്ടു പിന്നെ ഞങ്ങളുടെ ഇട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ ഉടനെ തന്നെ മെസ്സേജുകളെല്ലാം നോക്കിയിട്ട്, നാളെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാവില്ല, മറ്റന്നാൾ ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് കുറച്ച് മെസ്സേജുകൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കർക്കിടക കഞ്ഞി കിറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആ കഞ്ഞിക്കിറ്റ് ഒന്ന് എടുത്തേ വിഷ്ണു. നമ്മുടെ കർക്കിടക കഞ്ഞിക്കിറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം പൊതുവെ എല്ലാവർക്കും നടുവേദന, കൈവേദന, കാലുവേദന, എനിക്കും അതെ കേട്ടോ, അതിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ അതിനോട് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിയുന്നതും ഈ ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചോറിൽ പ്രത്യേകിച്ച് ഗുണമായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചോറിൽ കുറേ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്, അയ്യോ വയറ് നിറച്ച് ഉണ്ടു എന്നൊരു സന്തോഷമാണ്. കഴിയുന്നതും കർക്കിടക മാസത്തിൽ ചോറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ചെറുപയർ, കടല, അതുപോലെ മുതിര, പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുളപ്പിച്ചോ അല്ലാതെയോ കഴിക്കുക. മുരിങ്ങയില കഴിക്കരുത്. അങ്ങനെയുള്ള സാധനങ്ങൾ, ഉലുവ അടങ്ങിയ സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് നല്ല ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം. മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി കർക്കിടക കിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല ചേരുവകൾ, അതായത് പേരുണ്ടെങ്കിൽ ആ പേരിൻ്റെ ചേരുവകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് മഞ്ജരീസ് ഒരു കർക്കിടക കിറ്റ് ചെയ്യുന്നുണ്ട്. ദേവദാസ് പ്രഭു ഒത്തിരി നാളായി കണ്ടിട്ട്. അപ്പോൾ ഇതിപ്പോൾ സിംഗിളാണ് കേട്ടോ, ഒറ്റ ദിവസത്തേക്കുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് 7 ദിവസത്തെ കർക്കിടക കിറ്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. അതിൽ 7 ദിവസത്തെ ഉലുവ ഉണ്ടയും ചേർത്താണ് തരുന്നത്. നല്ല രുചിയാണ് ഉലുവ ഉണ്ട് കേട്ടോ, വാങ്ങി കഴിച്ചോളൂ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഉലുവ ഉണ്ട. ഇത് ഉലുവയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഒരെണ്ണം കഴിച്ചു, ഇനി കഴിക്കാൻ എനിക്കൊരു ബോട്ടിൽ വെള്ളം വേണ്ടി വരും, അതാണ് അവസ്ഥ. പക്ഷെ അത് പ്യൂറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാവിന് രുചിയുള്ളത് ആരോഗ്യത്തിന് നന്നായിരിക്കില്ല, ഫാസ്റ്റ് ഫുഡ് അടക്കം. നാവിന് രുചിയില്ലാത്തത് ആരോഗ്യത്തിന് നന്നായിരിക്കും. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് കർക്കിടക കിറ്റ് വരുന്നത്, കയ്പാണെന്ന്. ഒരു പാക്കറ്റായിട്ടാണ് കർക്കിടക കിറ്റ് വരുന്നത്. ഇങ്ങനത്തെ 7 പാക്കറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കുറേ ഞാനിങ്ങനെ പല കർക്കിടക കിറ്റിൻ്റെ എൻക്വയറി നടത്തിയ സമയത്ത് കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മഞ്ജരീസിലൂടെ കൊടുക്കുമ്പോൾ പ്യൂർ ആയിരിക്കണം എന്ന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് തന്നെ കൊടുക്കും, എത്ര സമയം എടുത്താലും. ആരാണ് ഐ ലവ് യു ഒക്കെ പറഞ്ഞു വന്നത്? താങ്ക് യു ചേട്ടാ, നിങ്ങളുടെ പ്രണയം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം അതൊന്ന്. ഇതാണ് ഞവരേരി. ഓക്കെ, ഞവരേരിയാണിത്. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, പൊടിമരുന്നെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ പൊടിമരുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഉലുവ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ഉപ്പ്, പിന്നെ എള്ള്, ഇത് കക്കും കായ. ഇത് കണ്ടോ, കക്കും കായ. ഇത് എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ചോദിച്ചു, മാതാജി ഇത് എന്താ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചു. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഒന്ന് ആ കർക്കിടക കിറ്റിൻ്റെ കഞ്ഞിക്കൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ലേ, ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് എടുത്തരും. അപ്പം ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം വേണം ഇത് പൊട്ടിക്കാൻ. ഇത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊരു പരിപ്പുണ്ട്, അതാണ് നമുക്ക് കഞ്ഞിയിലേക്ക് ആവശ്യമുള്ളത്. ഓക്കെ, കക്കും കായ കിട്ടാൻ കുറച്ച് പാടാണ്, പക്ഷെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫോർ മൈ മഞ്ജരീസ്. അപ്പം അങ്ങനെ ഒരു 7 കിറ്റ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. കഷായം മരുന്ന്, ഇതിലൊക്കെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എനിക്ക് ബൈ ഹാർട്ട് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ഉപ്പടക്കമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഉണ്ട്, ഞാൻ തന്നില്ലായിരുന്നു, ഇടാൻ വേണ്ടിയിട്ട് തരാം, ഉണ്ടായിരുന്നു അതിൽ.
അപ്പം ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ചെറുവഴുതിന, കുറുന്തോട്ടി, പൂവാങ്കുരുന്നില, കൂവളം, പയ്യാനി, വെൺവഴുതിന, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് മുഞ്ഞ, മുവൈല, ചെറുള, മുയൽ ചെവി, കുന്നിവേര്, ഞെരിഞ്ഞില്, പിന്നെ വേറെന്താണ്, തെങ്ങിൻ തൊലി കുമിഴ്, ഓരില, പിന്നെ ഇലങ്ങും തൊലി, പിന്നെ പാതിരി, കുറുന്തോട്ടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ. പിന്നെ എത്തിയിരിക്കുന്നത് എന്താണ്, പൊടിമരുന്നിൽ നമുക്ക് വരുന്നത് ഉലുവ, പാൽമുതുക്ക്, കച്ചൂരം, കശുവണ്ടി, ഏലക്ക, കടല, ഗ്രാമ്പൂ, ആശാളി, ചെറുപയർ, മുത്തങ്ങ, ചുക്ക്, ജീരകം, അമക്കുരം, വയമ്പ്, ബദാം ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണക്കലരി, ശർക്കര, ആശാളി, ജീരകം, കക്കും കായ, ഇതെല്ലാം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൂടെ നമ്മളിതിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കുറേ പാക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. പിന്നെ രാമായണവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവാണ്, കാരണം എനിക്ക് എല്ലാം കൂടെ നടക്കുന്നില്ല. അപ്പം സാരല്ലേ ഉഷാമേ, എല്ലാം കൂടെ നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വളരെ അടുത്ത ദിവസം തന്നെ എന്താ പറയുക, നമ്മൾക്ക് ഇനി ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഞാനിപ്പോൾ പറയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. അതിൻ്റെയും കൂടി ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ക്ലിയർ? അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടാം. കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്, ഞാനത് നോക്കിക്കോളാം. കുറച്ചായിട്ട് നോക്കി വരികയാണ്. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് രാമായണം വേണമെങ്കിൽ ശ്ലോകമായിട്ടുള്ളതുണ്ട്, അർത്ഥസഹിതമുള്ളതുണ്ട്. നല്ല ബുക്കാണ് ഈ പ്രാവശ്യം ഞാൻ രാമായണം വരുത്തിച്ചിരിക്കുന്നത്. അത് വൺസ് നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് കുറേ വർഷങ്ങൾ അത് യൂസ് ചെയ്യാം. അക്ഷരത്തെറ്റില്ലാത്ത വല്യക്ഷരത്തോടു കൂടിയുള്ള രാമായണമാണ്. ഇനിയും നിങ്ങൾക്ക് രാമായണം വായിക്കാം, എല്ലാ ഏകാദശിക്കും രാമായണം വായിക്കാം. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പൊ അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഒരുപാട് പേരിപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് മാതാജി ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല, ഗുരുവായൂർ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഒന്ന് ഓർക്കുക, ഇത് രാമായണ മാസക്കാലമാണ്, നാലമ്പല ദർശനത്തിന് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഗുരുവായൂർക്ക് വരും. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്ലീസ്, ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം രാത്രിയാകുമ്പോൾ റൂം ഇല്ലെന്ന് പറഞ്ഞ് എനിക്കും ടെൻഷനാണ്. ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വെക്കാനുള്ള ഒരു ബന്ധമല്ല എനിക്ക് മഞ്ജരീസിലൂടെയുള്ള ഡിവോട്ടീസുമായിട്ടുള്ളത്. പിന്നീടുള്ള നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ഞാൻ വെറീഡാണ്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ റൂംസ് എന്താ പറയുക, കമ്പൽസറി ആയിട്ട് നിങ്ങൾ റൂംസ് ബുക്ക് ചെയ്തിട്ട് മാത്രം ഗുരുവായൂർക്ക് വരാൻ ശ്രമിക്കുക. ഇവിടെ വന്ന് തേടി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് മഴ, ഒന്ന് അൺടൈമാണ്, നമുക്ക് അത്രയും വിശ്വാസ്യതയോടുകൂടി എവിടെയും പോകാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. 3 കർക്കിടക മാസമാണ്. അതുകൊണ്ട് ദയവായി എന്ത് ചെയ്യാം, ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ നമ്മുടെ ലൈവ് ഷെയറിങ് അത് വളരെ നിർബന്ധമാണ്. എത്ര പേര് ലൈവ് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും പേജിൽ. നമ്മുടെ ഒരു സർവീസ് ഗ്രൂപ്പ് തന്നെ റണ്ണിങ് ആണ്. അപ്പം അവരുടെ ഒരു വലിയ സപ്പോർട്ടിൽ നമുക്കിപ്പം നല്ല ഷെയറിങ് പോകുന്നുണ്ട്. അപ്പം ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി ലൈവ് ഷെയറിങ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിലും ഒരുപാട് നമുക്ക് ഷെയറിങ് കുറവാണ്. സോഷ്യൽ മീഡിയ വഴിയൊന്നും നമ്മൾ ഒരു രൂപ പോലും വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ടൈമൊക്കെ വന്നു, മെയിലൊക്കെ വന്നു, പക്ഷെ നമുക്ക് ആ ഫണ്ട് വേണ്ട. അതുകൊണ്ട് ദയവായി മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്രചരണത്തിൻ്റെ ഭാഗമാവുക. കലിയുഗത്തിൽ നമ്മൾ എത്രത്തോളം പ്രചരണം ചെയ്യുന്നോ അത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമുക്കും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം എടുക്കുന്നു. നമ്മൾ എടുക്കുന്നത് എന്താണ്, മറന്നുപോയോ ഇല്ലേ നോക്കട്ടെ. കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്ത് തന്നാൽ മതി പേയ്മെന്റ്. ഫസ്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുക. പറയൂ, എന്താണ് എടുക്കാൻ പോകുന്നത്? രാമായണമല്ലേ നമ്മൾ എടുത്തോണ്ടിരുന്നത് കർക്കിടകത്തില്? ഹനുമച്ചരിതം. ആരാ അത്? വല്ല ആവശ്യമുണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മള് യെസ് ജിഷ മാതാജി, ഹനുമാന്റെ ചരിതം പറഞ്ഞേച്ചാ മതി. ഞാനത് ബ്ലോക്ക് ചെയ്തു. അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് കുറേ നാളായി.
അപ്പം അത് വേണ്ട. അപ്പോൾ നമ്മൾ ഹനുമത് ചരിതമാണ് എടുക്കുന്നത്. ഓക്കെ, ഹനുമത് ചരിതം കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പുഞ്ചകസ്ഥലയുടെ കഥ കേട്ടു അല്ലേ? ആരാണ് അഞ്ജന, എങ്ങനെയാണ് പുഞ്ചകസ്ഥല അഞ്ജനയായി മാറിയത്, ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനിയിപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്, പുഞ്ചകസ്ഥല കഴിയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ആഞ്ജനേയോദ്ഭവം. ആഞ്ജനേയോദ്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഞ്ജനേയ സ്വാമി ഇവിടെ വിശേഷം പറയാനല്ല വന്നത്. ദൈവത്തോർത്തിട്ട് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ചോദിക്കേണ്ട ഒരു സമയമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിലെ ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈവിൽ നിൽക്കുക, ഇല്ലെങ്കിൽ ക്വിറ്റായിട്ട് പോവാം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇപ്പം എടുക്കാൻ പോകുന്നത് ആഞ്ജനേയ ഉദ്ഭവമാണ്. അപ്പം ആഞ്ജനേയ ഉദ്ഭവം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട് ആഞ്ജനേയ സ്വാമി വരുന്നതിൻ്റെ ഒരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. ക്ലിയർ? പൂർണ്ണചന്ദ്രനും പൂനിലാവും പോലെ, നല്ല ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പൂർണ്ണചന്ദ്രനും പൂനിലാവും പോലെ, രണ്ടും ഒരുപോലെയാണ് അല്ലേ? പൂർണ്ണചന്ദ്രൻ എത്ര ഭംഗിയുണ്ടാവും, അപ്പം ആ നിലാവ് എന്ന് പറയുമ്പോൾ അതിലേറെ മനോഹരമാണ്. വീണയും മണിനാഥവും പോലെ, വീണയും മനോഹരമാണ്, വീണയിൽ നിന്ന് വരുന്ന നാദവും മനോഹരമാണ്. വീണയും മണിനാഥവും പോലെ വീരകേസരിയും അഞ്ജനയും മാനസോല്ലാസത്തോടെ, മനസ്സിലെ സന്തോഷത്തോടെ കാട്ടിലിങ്ങനെ ജീവിക്കുകയാണ്. ആരാണ്? വീരകേസരിയും അഞ്ജനയും. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരെ കല്യാണം കഴിപ്പിച്ചു. അപ്പൊ രണ്ടുപേരും കൂടെ, വീരകേസരിയും അഞ്ജനയും കൂടെ, ഇല്ല ലേറ്റ് ആയില്ല, വീരകേസരിയും അഞ്ജനയും കൂടെ കല്യാണമൊക്കെ കഴിച്ച് കാട്ടിലിങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ എന്തായി? ഋതുക്കൾ പലതും കടന്നുപോയി, അതായത് കാലം കുറേ കഴിഞ്ഞു. പക്ഷേ ഒരമ്മയാവാനുള്ള അനുഗ്രഹം നമ്മുടെ അഞ്ജനയ്ക്ക് കിട്ടുന്നില്ല. അഞ്ജനയ്ക്ക് അമ്മയായാൽ മാത്രമാണ് ശാപമോക്ഷം ഉണ്ടാവുന്നത്. പക്ഷേ അമ്മയാവാൻ പറ്റുന്നില്ല, കാലം കുറേ കഴിഞ്ഞിട്ടും. ആ ഒരു വിഷമം ഈ വീരകേസരിയെയും അഞ്ജനയെയും വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞുണ്ടാവുന്നില്ല. ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി രണ്ടുപേരും എന്ത് ചെയ്തു? പുത്ര സൗഭാഗ്യത്തിനായിട്ട് ശ്രീ പാർവതി പരമേശ്വരന്മാരെ നന്നായി പ്രാർത്ഥിച്ച് വ്രതമെടുക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു. ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹങ്ങള് രണ്ടുപേരും പ്രതിഷ്ഠിച്ച് വീരകേസരിയും അഞ്ജനയും കൂടെ ത്രികാല പൂജ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ മനസ്സിലായല്ലോ ത്രികാല പൂജയുടെ കാര്യം എന്താണെന്ന്. കുട്ടികൾക്ക് നന്മ വരും, അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ മഹാദേവനും പാർവതി ദേവിക്കും ത്രികാല പൂജ ചെയ്യാം. ഇങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ത്രികാല പൂജ ചെയ്യാൻ തുടങ്ങി. കുറേ കൊല്ലം കഴിഞ്ഞു, വർഷങ്ങൾ ഇങ്ങനെ കഴിയാണ്. രണ്ടുപേരും ത്രികാല പൂജ ചെയ്യാൻ. പക്ഷെ എന്താണ്? കുട്ടികൾ ഉണ്ടാവുന്നില്ല. പൂജാതി കർമ്മങ്ങളെല്ലാം അവർ കുറച്ചും കൂടെ വലുതാക്കി, അതായത് കുറച്ചും കൂടെ സമയം പൂജയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് അവരിങ്ങനെ വ്രതം എടുത്ത് പോവാണ്. എന്നിട്ടും അവരുടെ ആഗ്രഹം അങ്ങ് പൂർത്തിയാവുന്നില്ല. ക്രമേണ, അതായത് കുറച്ച് സമയം കൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അവര് അതും നിർത്തി. വീരകേസരിയും അഞ്ജനയും ചുരുക്കി പറഞ്ഞ മുഴുപട്ടിണിയായി. പിന്നീട് അവര് ജലപാനം പോലും ഉപേക്ഷിച്ചു. രണ്ടുപേരും ജലപാനം പോലും ഉപേക്ഷിച്ചിട്ട് സദാസമയം സർവേശ്വര സന്നിധിയിൽ അങ്ങ് ധ്യാനത്തിലിരുന്ന് കഠിനമായ വ്രതത്തിലായി രണ്ടുപേരും, ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി. ഒരുപാട് രാത്രിയും പകലും കഴിഞ്ഞു. അവശതയായി, ക്ഷീണമായി. പക്ഷെ ഇതൊന്നും വകവെക്കാതെ രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. അഞ്ജനയുടെയും വീരകേസരിയുടെയും ആ ഒരു നിഷ്ഠയുള്ള ഭക്തിയില്, വ്രതത്തില്, സന്തോഷത്തോടുകൂടി നമ്മുടെ ശ്രീ പാർവതി പരമേശ്വരൻ എന്ത് ചെയ്തു? വാനര രൂപികളായി മാറിക്കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വാനര രൂപികളായിട്ട് ആര് വന്നു? നമ്മുടെ പാർവതി പരമേശ്വരന്മാർ. അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പൂജയ്ക്ക് അവർ ഒരുക്കി വെച്ചിരുന്ന കുറേ ഫലങ്ങൾ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ്. ഇതെല്ലാം എടുത്തിട്ട് ഈ വാനരന്മാര് കഴിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇവരാരാണ്? പാർവതി പരമേശ്വരന്മാരാണ്.
വാനരന്മാരുടെ ഈ ഒരു സ്വഭാവത്തില് അഞ്ജലിക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല. അവർ വരുന്നു, അത് ഫ്രൂട്ട്സ് എടുക്കുന്നു, കഴിക്കുന്നു. ഇവരാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് പൂജയ്ക്ക് വെച്ചത്. പക്ഷേ അതില് അഞ്ജലിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല, ഇഷ്ടക്കേടും തോന്നിയില്ല. പക്ഷെ വാനരന്മാരുടെ ആ ഒരു ധിക്കാരത്തോടെയുള്ള, ഇങ്ങനെ വരുന്നു, വെക്കുന്നു, കാണുന്നു, എടുക്കുന്നു, പോകുന്നു, ആ ഒരു ധിക്കാരത്തോടെയുള്ള ആ ഒരു പെരുമാറ്റം സത്യം പറഞ്ഞാൽ നമ്മുടെ വീരകേസരിക്ക് ഒട്ടും പിടിച്ചില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും വീണ്ടും വാനരന്മാർ വന്നിട്ട് ഇത് തന്നെ ആവർത്തിക്കാൻ തുടങ്ങിയപ്പം സഹികെട്ട വീരകേസരി ഒരു ദിവസം ആഞ്ജനയോട് അങ്ങ് പറഞ്ഞു. വീരകേസരി എന്താ പറയുന്നത് ആഞ്ജനയോട്? ആഞ്ജനേ, ഈശ്വര സംപ്രീതിക്കായി നാം ഒരുക്കി വെച്ചിരിക്കുന്ന ഫലമൂലങ്ങൾ ഈ വാനരങ്ങൾ എടുത്ത് ഭുജിക്കുന്നത് നീ കാണുന്നില്ലേ? എന്താ ആഞ്ജനേ ഇത്? ഇത് നമ്മുടെ ഭഗവാന്റെ സന്തോഷത്തിന് വെച്ചതല്ലേ? ഇത് ഈ വാനരന്മാരിങ്ങനെ എടുത്തു കഴിക്കുമ്പോ അതെന്താ നീ ശ്രദ്ധിക്കാത്തത്? ഇവരുടെ ധിക്കാരപരമായ പെരുമാറ്റം കണ്ടിട്ടും എന്താ ദേവി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ആര് ചോദിച്ചു? വീരകേസരി അഞ്ജനയോട് ചോദിച്ചു. അപ്പൊ അഞ്ജന പറയാണ്, നാഥ, ഈശ്വരൻ അരൂപിയും സ്വരൂപിയുമാണ്. എന്നും എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. രൂപവും ഭാവവും ഇല്ലാത്ത പരാത്പരൻ. ഏതു രൂപത്തിലും ഭാവത്തിലും എവിടെയും എപ്പോഴും പ്രത്യക്ഷപ്പെടാവുന്നതാണ്. നാം പൂജയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഫലമൂലങ്ങൾ സാധാരണ വാനരങ്ങൾ തൊടുവാൻ പോലും ധൈര്യപ്പെടില്ല. പക്ഷേ ഈ വാനരന്മാർ ശ്രീ പാർവതീ പരമേശ്വരന്മാരാണെന്ന് സങ്കല്പിക്കുക, വിശ്വസിക്കുക, അങ്ങയുടെ സംശയങ്ങളെല്ലാം തീരും എന്ന് പറയും. വാനരന്മാരപ്പം ശ്രീ ഉമാ പരമേശ്വരൻ തന്നെ ആയിരിക്കുമെന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുകയാണ് ആര്? വീരകേസരിയും അഞ്ജനയും. അങ്ങനെ അവർ കണ്ണടച്ചിരുന്ന് ഏകാഗ്രമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേസരി, അഞ്ജനെ, നിങ്ങളുടെ യഥാർത്ഥ ഭക്തിനിഷ്ഠയിൽ നാം സംപ്രീതനായിരിക്കുന്നു. വനമധ്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചൂതവൃക്ഷത്തെ ദിവസവും പ്രദക്ഷിണം വയ്ക്കുക. കാലം കനിയുമ്പോൾ വായു ഭഗവാന്റെ സഹായത്തോടെ വിശിഷ്ടമായ ഒരു മാമ്പഴം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ മാമ്പഴം അഞ്ജന ഭുജിക്കുമ്പോൾ ദൈവചൈതന്യവും വായു വേഗതയുമുള്ള കുമാരൻ അവളുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഇങ്ങനെയൊരു അശരീരി കേട്ടു. അതായത്, അഞ്ജനെ, നിങ്ങളുടെ വീരകേസരി, നിങ്ങളുടെ യഥാർത്ഥ ഭക്തിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോവുക. വനമധ്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചൂതവൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെ പോയി നിങ്ങൾ ദിവസവും പ്രദക്ഷിണം വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാലം കുറെ കഴിയുമ്പോൾ വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു മാമ്പഴം ലഭിക്കും. ആ മാമ്പഴം നിങ്ങൾ എന്ത് ചെയ്യണം? അഞ്ജന കഴിക്കട്ടെ. അത് അഞ്ജന കഴിച്ചു കഴിയുമ്പോൾ ദൈവചൈതന്യവും വായു വേഗതയുമുള്ള കുമാരൻ നിങ്ങൾക്ക് അഞ്ജനയുടെ ഉദരത്തിൽ നിർബന്ധമായും ഭഗവാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു. ഈ അശരീരി കേട്ടപ്പോ നമ്മുടെ അഞ്ജനയും വീരകേസരിയും അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് വേണമെങ്കിൽ പറയാം. ഓമനക്കുട്ടം. അപ്പോ തങ്ങളുടെ ചിരകാല അഭിലാഷം, അതായത് ഒരുപാട് വർഷക്കാലത്തെ ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്ന് കണ്ടപ്പോ രണ്ടുപേരും ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ആരാണ്? നമ്മുടെ വീരകേസരിയും അഞ്ജനയും. ശ്രീ പാർവതീ പരമേശ്വരന്മാരുടെ ആശ്രിത വത്സലത്താൽ, ആ ഒരു വാത്സല്യം കൊണ്ട് സന്തോഷത്തോടു കൂടി അഞ്ജനയും വീരകേസരിയും ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിച്ച് കണ്ണീരോടുകൂടി ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കാണ്. കൊടുങ്കാറ്റിന്റെ മധ്യത്തില് തനിച്ചു നിൽക്കുന്ന വൻ ചൂതവൃക്ഷം അവരങ്ങനെ തേടി 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 കണ്ടുപിടിച്ചു. കൊടുങ്കാടാണ്. ആ കൊടുങ്കാടിന്റെ മധ്യത്തിൽ നടുക്കുണ്ട് ഒരു ചൂതവൃക്ഷം നിൽക്കുന്നു. അവിടെ പോയിട്ട് അവര് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഉച്ചാണിക്കൊമ്പിൽ ദൈവചൈതന്യം തുളുമ്പി നിൽക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന ഒരു മാമ്പഴം കണ്ടു. അങ്ങ് മേലെ ഒരു ഭയങ്കര മനോഹാരിതയുള്ള ഒരു മാമ്പഴം കണ്ടു.
അത് കണ്ട ഉടനെ നമ്മുടെ അഞ്ജനയ്ക്കും വീരകേസരിയും കൈകൾ കൂപ്പിയിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ പ്രകാശത്തോടു കൂടി നിറഞ്ഞു നിൽക്കാൻ ഒരു ഉണ്ണിയെ നൽകാൻ അവർ ഈശ്വരനോട് അങ്ങ് പ്രാർത്ഥിച്ചു. എന്നും വന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയില് രണ്ടുപേരും ഉറക്കമൊഴിച്ചിരുന്ന് സർവാഭീഷ്ടപ്രദായകരായിരിക്കുന്ന ശ്രീ പാർവതീ പരമേശ്വരന്മാരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ശരിക്കും അങ്ങോട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരണേ ഭഗവാനെ ദേവി എന്നങ്ങ് മനസ്സ് തുറന്ന് അഞ്ജനയും വീരകേസരിയും മഹാശക്തനായിരിക്കുന്ന വായു ഭഗവാനോട് തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നേരം വെളുത്തു. കാടെല്ലാം ഉണർന്നു. കാട്ടരുവിയിൽ ഇറങ്ങിയിട്ട് രണ്ടുപേരും കുളിച്ചു. വീരകേസരിയും അഞ്ജനയും സർവേശ്വര മഹാമന്ത്രാക്ഷരങ്ങൾ കൊണ്ട് ചൂതവൃക്ഷത്തെ അങ്ങനെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. ദിവസങ്ങൾ 6 കഴിഞ്ഞു. 7-ാം ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ ഇവരങ്ങോട്ട് പോവാണ് പ്രദക്ഷിണം വെക്കാൻ. പെട്ടെന്ന് നോക്കുമ്പം പതുക്കെ വന്നുകൊണ്ടിരുന്ന കാറ്റ് ഭയങ്കരം സ്പീഡായി. വൃക്ഷങ്ങളെല്ലാം ആടി ഇളകാൻ തുടങ്ങി. കാട്ടുപൂക്കളെല്ലാം ആ കാറ്റിലങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങി. കാറ്റങ്ങനെ ശക്തമായി അടിക്കണം. ചൂതവൃക്ഷത്തിന്റെ ആ ഒരു കൊമ്പും ചില്ലയും എല്ലാം ഭയങ്കര ശക്തിയിൽ ആഞ്ഞടിക്കണം. ഇലകളെല്ലാം ഇങ്ങനെ പരസ്പരം കൂട്ടിയൊരുമി ആ ഏകാഗ്രത മാത്രമുള്ള ഒരു ഏകാന്തതയോടുകൂടിയിരിക്കുന്ന ആ കാട്ടില് ഭയങ്കരം ശബ്ദം വരാൻ തുടങ്ങി. അഞ്ജനയും വീരകേസരിയും പ്രകൃതിയിൽ വന്ന ഈ മാറ്റം കണ്ടിട്ട് ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ അങ്ങനെ ഭഗവാനിൽ തന്നെ മുറുകെ പിടിച്ച് അവരുടെ മനസ്സും ചിന്തയും എല്ലാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണോ അവർ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അതേപോലെ അവരുടെ കാലുകളും ഭൂമിയിൽ അങ്ങ് ഉറപ്പിച്ചു വെച്ചു. ആ നിലയ്ക്കാതെ അനങ്ങാതെ അവരുടെ മനസ്സും ഒന്നും ചഞ്ചലപ്പെടാതെ ഭയപ്പെടാതെ അവരാ കൊടുങ്കാറ്റിലും ചൂതവൃക്ഷത്തെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. അഞ്ജനേ, കേസരി, ശുഭയോഗ മുഹൂർത്ത സമയം സമാഗതമായിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ സർവേശ്വരൻ സംപ്രീതനായിരിക്കുന്നു. ദിവ്യമായ ഈ മാമ്പഴം സ്വീകരിച്ചു കൊള്ളുക. ഈ ഒരു അശരീരി കേട്ട് രണ്ടുപേരും കണ്ണു തുറന്ന് പൂർവ്വ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് അഞ്ജനയും കേസരി. അവരുടെ തൊട്ടു മുൻപിൽ ഒരു വലിയൊരു പ്രകാശവലയം വന്നു. വട്ടത്തിലൊരു പ്രകാശം വന്നു. അതിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലായിട്ട് ചുവന്ന് തുടുത്ത ഒരു ചുവന്ന മാമ്പഴം വന്നു. കൈയെത്തുന്ന ദൂരത്തിൽ കണ്ട ആ മാമ്പഴം കൈനീട്ടി പറിച്ചെടുക്കാൻ അഞ്ജനയ്ക്കും ധൈര്യം വന്നില്ല, വീരകേസരിക്കും ധൈര്യം വന്നില്ല. അവര് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. ആശ്രയമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഇതെടുക്കണോ വേണ്ടേ? സംശയത്തോടെ നിൽക്കുകയാണ്. രണ്ടുപേരും വിസ്മയിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? അഞ്ജനയും കേസരിയും ആലോചിക്കാൻ തുടങ്ങി. ഒരു തീരുമാനത്തിലെത്താൻ രണ്ടു പേർക്കും സാധിക്കുന്നില്ല. മാമ്പഴം നിൽക്കുന്നത് അവരുടെ തൊട്ടടുത്ത്, കൈ എത്തിയെടുക്കാൻ പറ്റുന്ന ദൂരത്തില്. സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. നാം വായുദേവനാണ്. ശൗര്യ പരാക്രമിയായ ശ്രീ പരമേശ്വരന്റെ ബീജത്തോടൊപ്പം നമ്മുടെ മഹാശക്തിയും ഈ മാമ്പഴത്തിൽ സ്വരൂപിക്കുമെന്നുള്ളത് സർവേശ്വരന്റെ കൽപ്പനയാണ്.
ശൗര്യത്തിന്റെയും ശക്തിയുടെയും മഹാഭക്തിയുടെയും സങ്കര സ്വരൂപനായിരിക്കാം നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന വീരകുമാരൻ. കേസരി മാമ്പഴം സ്വീകരിച്ച് അഞ്ജനയ്ക്ക് നൽകൂ. ഇതാണ് കേട്ടത്. നിന്റെ അമാനുഷിക ശക്തികളും ഈ മാമ്പഴത്തിൽ ഉൾക്കൊള്ളട്ടെ. ഉടനെ നമ്മുടെ വീരകേസരി എന്ത് ചെയ്തു? ഇത് കേട്ടതും ഭയത്തോടെ ഭക്തിയോടെ കൈ നീട്ടി ആ മാമ്പഴം നമ്മുടെ വായുദേവനിൽ നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് ആ മാമ്പഴം എടുത്ത് വീരകേസരി മാറോട് ചേർത്ത് പിടിച്ചിട്ട് സർവേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കേസരി എന്ത് ചെയ്തു? എല്ലാ ശക്തികളുമുള്ള നല്ലൊരു മകൻ ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മാമ്പഴം അഞ്ജനയുടെ കയ്യിലോട്ട് കൊടുത്തു. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെയും വായു ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ച് അഞ്ജന എന്ത് ചെയ്തു? ഭർത്താവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് അനുഗ്രഹം വാങ്ങി ഭക്തിയോടുകൂടി ആ മാമ്പഴം അങ്ങ് സ്വീകരിച്ചു. ഇപ്രകാരം ദേവന്റെയും മനുഷ്യന്റെയും ഒക്കെ അംശങ്ങളടങ്ങിയ സമന്വയ നായകനായിരിക്കുന്ന ശ്രീ ഹനുമാൻ ആഞ്ജനേയ സ്വാമി അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ അങ്ങനെ മെല്ലെ 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 വളരാൻ തുടങ്ങി. ബുദ്ധിമാനും നിസ്വാർത്ഥ സേവകനും സദാ ജാഗരൂകനും ഭക്തനും പരമോന്നതനുമായിരിക്കുന്ന ശ്രീ ഹനുമാന്റെ ഉദ്ഭവം വിചിത്രമാണ്, വിശുദ്ധമാണ്, വിസ്മയകരമാണ്. അഞ്ജനയ്ക്ക് പൂർണ്ണ ഗർഭാവസ്ഥയായി. ഇമകൾ കണ്ണിന്റെ കൃഷ്ണമണികളെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ, എങ്ങനെയാണോ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണികളെ ഇമകൾ സംരക്ഷിക്കുന്നത്, അതുപോലെ കേസരി ഊണും ഉറക്കവും വെടിഞ്ഞിട്ട് അഞ്ജനയെ കാത്തു പരിപാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാവിലെ ആ കാട്ടിലെ വൃക്ഷലതാദികളെല്ലാം, പൂക്കളും വൃക്ഷങ്ങളും എല്ലാം പൂത്ത് ഉലഞ്ഞ് ഇങ്ങനെ കുലുങ്ങി ഭംഗിയായിട്ട് വിളങ്ങി നിൽക്കുമ്പോൾ പൂക്കളെ തഴുകി 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 വന്നൊരു കുഞ്ഞിക്കാറ്റ് എല്ലായിടത്തും നല്ല സ്മെല്ല് കൊണ്ടുവന്നു. അഞ്ജനയ്ക്ക് പെട്ടെന്ന് പ്രസവ വേദന തുടങ്ങി. അവളുടെ ആ ഒരു വേദന കാരണം അഞ്ജന എന്താ ചെയ്യുന്നത്? ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ തിരുനാമങ്ങൾ ജപിച്ച് 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 ആശ്വാസം കണ്ടെത്തുകയാണ്. അഞ്ജനയുടെ വേദനയിൽ പങ്കെടുക്കാൻ ആർക്ക് സാധിക്കില്ല? വീരകേസരിക്ക് സാധിക്കില്ല. വീരകേസരി നിന്ന് കരയാൻ തുടങ്ങി. അഞ്ജന ആ തറയിൽ കിടന്ന്, ആ മണ്ണിൽ കിടന്ന് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. 1-2 വട്ടം കാറ്റ് വീശി. തളിരും കാട്ടുപൂക്കളും വന്നിങ്ങനെ അഞ്ജനയുടെ മേലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. പിന്നെ അത് അവിടെയെല്ലാം വീണ് 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 അഞ്ജന ഒരു പട്ടുമെത്ത എന്നൊക്കെ പറയുന്നത് പോലെ പൂമെത്തയിൽ കിടക്കാൻ തുടങ്ങി. കാറ്റിൽ അങ്ങനെ കുറേ കരിയിലകൾ ഇങ്ങനെ കാറ്റിൽ പറന്ന് വന്ന് 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 അഞ്ജനയെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തുന്ന പോലെ, ഒരു ഈറ്റില്ലം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്തു. കാട്ടുകുയിലുകളെല്ലാം അങ്ങനെ നീട്ടി പാട്ടുപാടി. ഈണത്തിലുള്ള ആ പാട്ടും കേട്ട് മാൻകിടാക്കളും മുയലുകളുമെല്ലാം ചാടിത്തുള്ളി ചാടിത്തുള്ളി ഇങ്ങനെ പോവാണ് കാട്ടിലൂടെ. ആ സമയത്താണ് നമ്മുടെ അഞ്ജന, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആഞ്ജനേയ സ്വാമിക്ക് എന്ത് ചെയ്യുന്നു? ജന്മം നൽകണം. ആഞ്ജനേയ സ്വാമിക്ക് ജന്മം നൽകി. ലോകരക്ഷയ്ക്കായി സ്വാമി വന്നു.
ഉടനെ നമ്മുടെ ആഞ്ജനേയ സ്വാമി ഉറക്കെ കരയാൻ തുടങ്ങി. ആ കാട് മുഴുവൻ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിരിക്കുകയാണ്. കോരിത്തരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വീരകേസരി അങ്ങ് സന്തോഷം കൊണ്ട് ആറാടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചില്ലേ. കൈകാലിട്ടുകൾ അടിച്ച് നിർബന്ധം പിടിച്ചു കരയുന്ന മകനെ നോക്കിയിട്ട് വീരകേസരി ചിരിച്ചുകൊണ്ട് അങ്ങ് മാറോടണച്ചെടുത്തു. അഞ്ജന എന്ത് ചെയ്തു? അവന്റെ ആ ചെറിയ ചുണ്ടുകൾ പിടിച്ചിട്ട് ഒരു നല്ലൊരു ഉമ്മ കൊടുത്തു. ഒരു അമ്മയുടെ നിറഞ്ഞ മാതൃവാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഉമ്മ. അങ്ങനെ അവർക്കൊരു ആൺകുട്ടിയെ കിട്ടി അല്ലേ. ഇനി നമ്മുടെ ഈ അഞ്ജനയുടെ മകൻ എങ്ങനെയാണ് ഹനുമാനായത് അതറിയണ്ടേ? അഞ്ജനയുടെ മകനാണ് ആഞ്ജനേയൻ, വായുപുത്രൻ. പക്ഷെ എങ്ങനെ ഹനുമാനായി അതറിഞ്ഞൂടാ അല്ലേ. വാനര രൂപികളായിട്ട് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ ശ്രീ പാർവതി പരമേശ്വരന്മാര് അഞ്ജനകുമാരന്, അഞ്ജനയുടെ മകന് സർവമംഗളങ്ങളും ആശംസിച്ചു. ചെറിയ കാറ്റായി വന്നിട്ട് വായുദേവൻ എന്ത് ചെയ്തു? മകന്റെ ആ ശരീരം, ആ ഒരു പൂന്തളിർ മേനി മെല്ലെ തഴുകി 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 അവനെ അങ്ങ് അനുഗ്രഹിച്ചു. അവരുടെ കുമാരനെ നിലത്ത് കിടത്തിയാൽ ഉറുമ്പരിക്കോ, തലയിൽ വെച്ചാ പേനരിക്കോ എന്ന് പേടിച്ച് പേടിച്ച് അഞ്ജനയും വീരകേസരിയും അവനെ തോളിലും മടിയിലും വെച്ച് ഓമനിച്ച് ലാളിച്ച് വളർത്താൻ തുടങ്ങി. സ്വതവേ നമ്മുടെ ആഞ്ജനേയ സ്വാമി കുറച്ച് വിശപ്പിന്റെ അസുഖമുള്ള ആളാ, ഭക്ഷണപ്രിയനാ. ആ കുമാരന് വിശപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീരകേസരി എന്താ ചെയ്തത്? കാട് മുഴുവൻ നടന്നിട്ട് ഒരുപാട് പഴങ്ങളും മധുരക്കിഴങ്ങുകളും തേനടകളും ഒക്കെ കൊണ്ടുവന്ന് മോന് കൊടുക്കാൻ തുടങ്ങി. എങ്കിലും എത്ര കഴിച്ചാലും കൂടെ കൂടെ വിശക്കുന്നു 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 എന്ന് തന്നെ പറഞ്ഞ് ഷാഢ്യം പിടിച്ചിരിക്കും ആഞ്ജനേയ സ്വാമി. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക്. അടുത്തുള്ള വൃക്ഷക്കൊമ്പിലും മരത്തിലും എല്ലാം ചാടി കയറി ഓടി നടന്നിട്ട് ഒരുപാട് പഴങ്ങളൊക്കെ നമ്മുടെ ആഞ്ജനേയ സ്വാമി കഴിക്കാൻ തുടങ്ങി. കാടിന്റെ വേറൊരു ഭാഗത്ത് ഒരുപാട് തേനടകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ വീരകേസരി എന്താ ചെയ്തത്? അവിടെ പോയി അതെല്ലാം സംഭരിച്ചു കൊണ്ടുവന്നിട്ട് മകന് കൊടുക്കാന്ന് കരുതിയിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോയി. കുമാരനെയും എളിയിലെടുത്ത് വെച്ചിട്ട് കാട്ടരുവിയിലേക്ക് കുളിക്കാൻ പോയ അഞ്ജന മോനെ അരുവിയുടെ അടുത്ത് നിർത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അച്ഛൻ തേനട ശേഖരിക്കാൻ പോയി. അമ്മ അഞ്ജന എന്ത് ചെയ്തു? മോനെ എടുത്ത് എളിയിൽ വെച്ചു, ഇടുപ്പിൽ വെച്ചിട്ട് അടുത്തുള്ള കുളത്തില് അരുവിയിൽ കുളിക്കാൻ പോയി. മോൻ അരുവിയുടെ അടുത്തും വെച്ചു. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ ഈ ആഞ്ജനേയ സ്വാമി തയ്യാറാവില്ല എന്നുള്ളതാണ്. കുസൃതി കാണിക്കാത്ത, എന്താ പറയാ, കുസൃതി കാണിക്കാതെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. ഈ വികൃതി കുട്ടൻ അരുവിയിൽ എങ്ങും ഓടി നടക്കണം. അവിടെ മൊത്തം ഓടി നടന്ന് വെള്ളം തെറിപ്പിച്ചും പൊട്ടിച്ചിരിച്ചും അങ്ങനെ അങ്ങ് ബഹളം കൂട്ടുക. പെട്ടെന്ന് നോക്കുമ്പോ ഉദിച്ചുയർന്ന് വരികയാണ് നമ്മുടെ ആര്? സൂര്യൻ. ആഞ്ജനേയ സ്വാമി സൂര്യനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ പൊങ്ങി വരിക. കുറച്ചു നേരം തുറിച്ചു നോക്കിയിട്ട് ആഞ്ജനേയ സ്വാമി എന്തു ചെയ്തു? ആലോചിച്ചു മനസ്സിൽ. പുതിയൊരു ഐഡിയ. എന്തായിരിക്കും? അച്ഛനും അമ്മയും എന്നെ പറ്റിച്ചിരിക്കുക. ഇത്രയും വലിയൊരു പഴം ആകാശത്ത് ഉണ്ടാവുമ്പോ ഈ കാട്ടിലെ ചെറിയ ചെറിയ പഴങ്ങളൊക്കെയാണല്ലോ ഇവർ എന്നെ കൊണ്ട് തിന്നിപ്പിക്കുന്നത്. ആഹാ, ഇത് എത്ര വലിയ പഴം നോക്കിക്കേ. ചുവന്ന് തുടുത്ത നിറത്തില് വെട്ടി തിളങ്ങുന്ന ആ വലിയ പഴം എത്ര രുചിയുണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. അതിന്റെ മധുരം ആലോചിച്ചപ്പോഴേക്കും നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ വായിൽ കപ്പലോടി എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മുടെ ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? നാക്ക് നീട്ടി
അധരങ്ങളൊക്കെ ഇങ്ങനെ നക്കിയെടുത്ത് നമ്മൾ പറയില്ലേ എന്തൊരു രുചിയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊതിയിറക്കില്ലേ, അതേപോലെ ആ സ്വാദിനെ കുറിച്ച് ഓർത്ത് കൊതിവെള്ളം ഇറക്കിയിട്ട് അമ്മേ പഴം പഴം എന്നങ്ങ് അലറി വിളിച്ചിട്ട് വൃക്ഷക്കൊമ്പിൽ കാണപ്പെട്ട പഴത്തെ, അപ്പൊ ഒരു വൃക്ഷമുണ്ട് അവിടെയുള്ള ഒരു പഴത്തെ കുറിച്ചായിരിക്കും മോൻ പറയുന്നത് എന്ന് ഓർത്തുകൊണ്ട് അഞ്ജന പറയാണ് ഈ അരുവിയിൽ ഇരുന്നുണ്ട്, മോനെ അത് നീ പറിച്ചോ എന്ന് പറഞ്ഞതും അമ്മയുടെ അനുവാദം കിട്ടിയ പാതി കിട്ടാത്ത പാതി ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു, കൈകളും കാലും എടുത്ത് അങ്ങോട്ട് ശക്തി അങ്ങോട്ട് സംഭരിച്ചിട്ട് പാദങ്ങള് ഭൂമിയിൽ അങ്ങ് ഒരു ആഞ്ഞൊരു പതിപ്പങ്ങ് പതിച്ചിട്ട് 2 കൈയും മേലോട്ട് ഉയർത്തി ഊക്കോടെ അങ്ങ് ആകാശത്തേക്ക് കുതിച്ചു. വായുവേഗത്തിലാണ് ഈ ഹനുമാൻ സ്വാമി പറന്നത്. മേഘപാളികളും കടന്ന് എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ട് വേഗത്തില് ദിവ്യാസ്ത്രം എന്ന പോലെ ലക്ഷ്യത്തെ ഉന്നം വെച്ച് നമ്മുടെ ആഞ്ജനേയ സ്വാമി ഒരു പറക്കൽ അങ്ങോട്ട് പറന്നു. കുളിച്ചു കയറി കരയ്ക്ക് വന്ന അഞ്ജന മകന്റെ സാഹസം കണ്ട് അന്താളിച്ച് പൊട്ടിക്കരയാണ്. എവിടെ പോയി ഇതിനെ എങ്ങനെ പിടിച്ചിറക്കും എന്നാലോചിച്ച് അഞ്ജന അങ്ങ് കരയാൻ തുടങ്ങി. അവിടെ വീരകേസരി എന്ത് ചെയ്യുമെന്നറിയാതെ ഓടി വരികയാണ് ഭാര്യയുടെ കരച്ചില് കേട്ടിട്ട്. എന്നിട്ട് എന്താ ചെയ്തത്, പരിഭ്രാന്തത്തോടു കൂടി ചാടി പൊങ്ങി വീരകേസരി മകന്റെ പിന്നാലെ പറന്നു നോക്കി. ഒരു രക്ഷയില്ല, സാധിക്കുന്നില്ല ആഞ്ജനേയ സ്വാമിയെ പിടിക്കാൻ. വീരകേസരി ഉടനെ തളർന്ന് താഴെ എത്തി അഞ്ജനയുടെ അടുത്ത്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മോനെ എങ്ങനെ രക്ഷിക്കും? ആകെപ്പാടെ വീരകേസരിയും അഞ്ജനയും നിന്ന് കരയാൻ തുടങ്ങി. ശ്രീ പാർവതി പരമേശ്വരന്മാര് നമുക്ക് കനിഞ്ഞരുളി നൽകിയ, ദാനം ചെയ്ത ഈ മകനെ നിങ്ങൾ തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. വായു ഭഗവാനെ, ആപത്തൊന്നും കൂടാതെ അവിടുത്തെ പ്രിയപുത്രനെ അവിടുന്ന് രക്ഷിക്കണേ എന്നങ്ങ് മനസ്സറിഞ്ഞ് അഞ്ജനയും വീരകേസരിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്രയും വേഗം ലക്ഷ്യത്തിൽ എത്തുന്നതിന് അഞ്ജനയുടെ മോൻ എന്താ ചെയ്യുന്നത്, പറക്കലിന്റെ വേഗത കൂട്ടുകയാണ്. ഒരു സൈഡ് അച്ഛനും അമ്മയും കരയുന്നു. ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ആ പഴം അങ്ങ് പറിച്ചു തിന്നുക, ഇത് മാത്രമാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ ലക്ഷ്യം. തനിക്ക് നേരെ കുട്ടിപ്പർവ്വതം പോലെ വേഗത്തിൽ പാഞ്ഞു വരുന്ന വാനര ബാലനെ കണ്ട് ആദിത്യദേവൻ അങ്ങ് പേടിച്ചു നിൽക്കണം. അയ്യോ, എനിക്ക് നേരെ ദേ ഒരു കുട്ടി വാനരൻ ഓടി വരുന്നേ, പറന്നു വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദിത്യദേവൻ അങ്ങ് വിഷമിച്ചു നിൽക്കുക. തന്നെ നോക്കി അപകടം വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു ആദിത്യദേവൻ. ചിന്തിച്ച് നിൽക്കാനുള്ള സമയമല്ല, ഉടനെ എന്തെങ്കിലും പ്രതിരോധ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്നെ പിടികൂടി ഈ വാനര ബാലൻ തിന്നുകളയുന്ന സൂര്യഭഗവാനും മനസ്സിലായി. നിൽക്കക്കള്ളിയില്ലാതെ വിഷമിച്ച സൂര്യദേവൻ എന്ത് ചെയ്തു, തൻ്റെ ചൂടിന്റെ ശക്തി അങ്ങോട്ട് 10 ഇരട്ടി അങ്ങ് വർദ്ധിപ്പിച്ചു. സൂര്യഭഗവാന്റെ ആ ഒരു ചൂടോ വെളിച്ചോ അതൊന്നും ഇവിടെ വകവെക്കുന്നില്ല. ആഞ്ജനേയ സ്വാമിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവന്റെ മനസ്സ് നിറയെ ആ ചുവന്ന് തൊടുത്ത പഴത്തിന്റെ ആ രുചിയായിരുന്നു. അവൻ എന്ത് ചെയ്തു, ആഞ്ജനേയ സ്വാമി അങ്ങനെ സൂര്യദേവന്റെ അടുത്തേക്ക് പറന്ന് ചെല്ലാണ്. ആദിത്യന്റെ പേടി, സൂര്യദേവന്റെ പേടി കൂടാൻ തുടങ്ങി. അയ്യോ, വീണ്ടും 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 മാർത്താണ്ഡൻ, സൂര്യദേവനെയാണ് ഈ മാർത്താണ്ഡൻ എന്ന് പറയുന്നത്. മാർത്താണ്ഡൻ അങ്ങനെ 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 അധികരിപ്പിക്കുകയാണ് ചൂട്. ദേവാ, രാജാവേ, ദേവേന്ദ്ര, ആപത്ത് ആപത്ത്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രനെ വിളിച്ച് നമ്മുടെ സൂര്യദേവൻ അലറാൻ തുടങ്ങി. 100 ഇരട്ടി അങ്ങ് ചൂട് വർദ്ധിപ്പിച്ചപ്പോ വായുപുത്രൻ ഒന്ന് പരിങ്ങി. ആ ചൂടിൽ പെട്ട് നമ്മുടെ കുഞ്ഞു ഹനുമാൻ സ്വാമിയുടെ ശരീരമൊക്കെ ഒന്ന് പൊള്ളാൻ തുടങ്ങി. രോമങ്ങളൊക്കെ ഒന്ന് കത്തിക്കരിഞ്ഞു. വിയർത്ത് കുളിച്ച് വിമ്മിഷ്ടമായി നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക്. അച്ഛാ അച്ഛാ, ആപത്ത് ആപത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിന്ന് കരയാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ കുസൃതി. മോന്റെ കരച്ചില് കേട്ടപ്പോഴേക്കും വായു ഭഗവാൻ അങ്ങ് ഓടിയെത്തി. സൂര്യദേവന്റെ അപേക്ഷ കേട്ട ദേവേന്ദ്രൻ എന്ത് ചെയ്ത് വജ്രായുധവും കൊണ്ട് അവിടെ ഓടിയെത്തി.
ചൂട് കൊണ്ട് പൊളയുന്ന മകന്റെ അവസ്ഥ കണ്ട് ദേഷ്യം വന്ന വായുദേവൻ സൂര്യദേവനോട് അങ്ങ് കയർത്തങ്ങോട് പറഞ്ഞു, ആദിത്യ, ശൗര്യവും പരാക്രമവും പ്രദർശിപ്പിക്കേണ്ടത് ശിശുക്കളോടല്ല. ശിശുവാത്സല്യം, അനുകമ്പയും സത്മനോഭാവവും ഇല്ലാത്ത നീ ദേവൻ തന്നെയാണോ എന്ന് സംശയിക്കുന്നു. കുട്ടിയോടാണോ നിന്റെ കളി എന്നങ്ങോട്ട് ചോദിച്ചു. ഉടനെ നമ്മുടെ ആദിത്യൻ പറയാണ്, അനില, നമ്മുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന നീ ഈ വാനര ബാലന്റെ ധിക്കാരപരമായ പെരുമാറ്റം മറന്നുപോയോ എന്ന് ചോദിച്ചു. ഉടനെ വായു ഭഗവാൻ പറയാണ്, ഇവൻ കേവലം ഒരു ബാലനല്ലേ ആദിത്യ. ശിവശക്തി സന്തതിയായ ഇവൻ നമ്മുടെ ശക്തിയും കൂടിയാണ്. അപ്പൊ ആദിത്യൻ പറയാണ്, ആയിരിക്കാം, എന്ന് വെച്ച് അവന്റെ ആക്രമണത്തിൽ ഞാനൊരു ബലിയാകണോ? അതെന്താ നീ പറയാത്തത് എന്ന് ചോദിച്ചു. ഉടനെ വായു ഭഗവാൻ പറയാണ്, കുട്ടികളാകുമ്പോ ബാലിശമായി പല തെറ്റുകളും ചെയ്യാൻ മുതിർന്നേക്കാം. അവരെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കേണ്ടത് തിരിച്ചറിവുള്ള മുതിർന്ന ആളുകളുടെ ധാർമ്മികമായ കടമയാണ്, അല്ലാതെ അവരെ ശിക്ഷിക്കേണ്ടതല്ല ശരി എന്ന് പറഞ്ഞു. ഉടനെ ആദിത്യൻ പറഞ്ഞു, വരാൻ പോകുന്ന ആപത്തിന്റെ മുമ്പിൽ തത്വങ്ങളും പ്രസംഗിച്ച് നിൽക്കുന്നവൻ ബുദ്ധിശാലിയല്ല. ഉടനെ വായു ഭഗവാൻ പറയാ, ഓഹോ, എങ്കിൽ നോക്കിക്കോളൂ, നിന്റെ ഉഗ്രതാപത്തിൽ നിന്ന് എപ്രകാരമാണ് നാം നമ്മുടെ പുത്രനെ രക്ഷിക്കുന്നതെന്ന് കാണൂ മാർത്താണ്ഡ എന്ന് പറഞ്ഞു. ദേഷ്യം വന്ന മാരുതദേവൻ വായു ഭഗവാൻ ആഞ്ഞു വീശിക്കൊണ്ട് സൂര്യന്റെയും വായുപുത്രന്റെയും മധ്യത്തിൽ അങ്ങ് സ്ഥിതി ചെയ്യാണ്. കാറ്റായി വന്ന് നമ്മുടെ സൂര്യന്റെയും ആഞ്ജനേയ സ്വാമിയുടെയും നടുക്കങ്ങോട്ട് ഒരു കാറ്റായി വന്ന് അങ്ങ് നിന്നു. ചൂടെല്ലാം പോയി, കുളിർമ വന്നു. ആഞ്ജനേയ സ്വാമി അങ്ങ് ആശ്വാസം കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ആര് വന്നു അവിടെ? ദേവേന്ദ്രൻ ഓടി വന്ന് മറ്റൊന്നും ചിന്തിച്ചില്ല. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? സൂര്യബിംബത്തെ അങ്ങ് ആക്രമിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ആ വാനര ബാലകനെ, നമ്മുടെ ആഞ്ജനേയ സ്വാമിയെ ലക്ഷ്യമാക്കി വജ്രായുധം പ്രയോഗിച്ചു ദേവേന്ദ്രൻ. ഉടനെ വായു ഭഗവാൻ പറഞ്ഞു, അരുത് ദേവേന്ദ്ര, അരുത്, ബാലകന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്. ഇവൻ ശ്രീ പരമേശ്വര പാർവതി ദേവിയുടെയും ബീജമാണ്, നമ്മുടെ ശക്തിപുത്രനാണ്. ഉടനെ ദേവേന്ദ്രൻ പറയാ, ആരുമായിക്കൊള്ളട്ടെ, ദേവരാജസ്ഥാനത്ത് ഉപവിഷ്ടനായിരിക്കുന്ന നാം ഉപദേവന്മാരെ രക്ഷിക്കുവാൻ കടപ്പെട്ടവനാണ്. നമ്മുടെ കടമ നിർവഹണത്തിൽ നിന്ന് നാം ഒരിക്കലും പിന്തിരിയുകയില്ല. ദേവേന്ദ്രനും പറഞ്ഞു. തീപ്പൊരി പോലെ പാഞ്ഞു ചെന്ന വജ്രായുധം വായുപുത്രനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയെ തൊടാൻ വേണ്ടി മടിച്ചിട്ട് ഒരുപാട് വട്ടം ആഞ്ജനേയ സ്വാമിക്ക് ചുറ്റും വജ്രായുധം ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി. അവസാനം ഈ വജ്രായുധം താടിയെല്ലിൽ കൊണ്ട് മുറിവുണ്ടാക്കി. ആഞ്ജനേയ സ്വാമിയുടെ താടിയെല്ലിൽ മുറിവുണ്ടാക്കിയിട്ട് മടങ്ങിപ്പോയി. പല കോടി അസുരന്മാരെ ഒരുമിച്ച് കൊല്ലാൻ കഴിവുള്ള ശക്തിയുള്ള ദേവേന്ദ്രന്റെ വജ്രായുധത്തിന് പോലും ആഞ്ജനേയ സ്വാമിയെ അപായപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത നമ്മൾ ഇവിടെ പഠിക്കണം. ഓക്കെ, ഹനുവിൽ, അതായത് താടിയല്ലിൽ ചെറിയ മുറിവുണ്ടായി. ചെറുതായിട്ടൊന്ന് ബോധം കെടുത്താനേ വജ്രായുധത്തിന് സാധിച്ചിട്ടുള്ളൂ. ഹനുവിൽ വജ്രായുധമേറ്റ് അല്പം മുറിവാടുണ്ടായി, മുഖമൽപ്പം നീണ്ടുപോയത് കൊണ്ട് മാരുതപുത്രന്, അതായത് വായുപുത്രന് ഹനുമാൻ എന്ന നാമധേയം സിദ്ധിച്ചു. ഓക്കെ, ക്ലിയർ? ബോധം പോയി അവശനായി ഭൂമിയിലേക്ക് ഊർന്നു വീണു നമ്മുടെ കുട്ടിക്കുറുമ്പൻ ഹനുമാൻ സ്വാമി. ഉടനെ ആ കുമാരനെ വായുദേവൻ അങ്ങ് വാരിയെടുത്ത് തോളിൽ കിടത്തി ആശ്വസിപ്പിച്ചു. 3 ലോകത്തിലെ നിവാസികൾക്കും ആശ്വാസം നൽകി അവരുടെ ജീവൻ നിലനിർത്തി പോരുന്ന തന്നോട് അപമര്യാദയായും തൻ്റെ മകനോട് ക്രൂരമായും പെരുമാറിയവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വായുദേവൻ ഉറപ്പിച്ചു.
3 ലോകങ്ങളിലും വായു വേണം അല്ലേ? അല്ലെങ്കിൽ വായു ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ 3 ലോകങ്ങളിലും വായു കൊടുത്തിട്ട് എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തി വരുന്ന ദേവന്റെ മകനെ അപമര്യാദയായി പെരുമാറി എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വായുദേവൻ അങ്ങ് ഉറപ്പിച്ചു. ആകാശത്തേക്ക് കുതിച്ചുയർന്ന മകനെ ഒരുപാട് സമയമായിട്ടും കാണാതെ അഞ്ജനയും കേസരിയും അങ്ങ് വാവിട്ട് കരയാണ്. പുത്ര, നീ എവിടെയാണ്? വേഗം മടങ്ങി വരൂ പുത്ര. നിന്നെ പിരിഞ്ഞ് പരിതപിക്കുന്ന ഈ മാതാപിതാക്കന്മാരുടെ ദീനരോദനം നീ കേൾക്കുന്നില്ലേ മോനെ? അവരങ്ങ് മാറത്തടിച്ചു കരയാണ്. ശ്രീ പാർവതി പരമേശ്വരന്മാരെ പുത്രദുഃഖത്താൽ വിലപിച്ച് മരണപ്പെടുവാൻ വേണ്ടിയാണോ ആറ്റുനോറ്റിരുന്ന പുത്ര സൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചത് എന്നൊക്കെ ചോദിച്ച് ഇവരങ്ങ് കരയാം. വായു ഭഗവാനെ, അശരണരായിരിക്കുന്ന ഈ ഉള്ളവരുടെ ദുഃഖവിലാപം അവിടുന്ന് കേൾക്കുന്നില്ലേ? ലോകത്രയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ജീവദായകനെ, നമ്മുടെ പുത്രൻ എവിടെയാണ്? അവനെ രക്ഷിക്കൂ. ഓമന പുത്രനെ കാണാതെ ജീവൻ പിടഞ്ഞ് പരിതപിക്കുന്ന ഈ നിരാശ്രയരുടെ മുമ്പിൽ അവനെ എത്തിച്ചാലും വായു ഭഗവാനെ. പുത്രന്റെ വേർപാടിൽ അങ്ങനെ കരയുകയല്ലേ ഞങ്ങൾ രണ്ടുപേരും, തളർന്നിരിക്കുകയാണ് എന്നും പറഞ്ഞ് പുഴുക്കളെ പോലെ ഇവരങ്ങ് തലതല്ലി എഴഞ്ഞ് അഞ്ജനയും നമ്മുടെ വീരകേസരിയും കരഞ്ഞുകൊണ്ടിരിക്കുക. അഞ്ജനെ, കേസരി, ദുഃഖിക്കേണ്ട. നമ്മുടെ പുത്രനെ സഹായിക്കുന്നതിന് നാം അരികിൽ തന്നെയുണ്ട്. അവന് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. നമ്മെയും പുത്രനെയും അപമാനിച്ച ഇന്ദ്രനെയും ആദിത്യനെയും നാം വെറുതെ വിടുകയുമില്ല. ധൈര്യം അവലംബിക്കൂ. പുത്രനുമൊത്ത് നാം ശീഘ്രം മടങ്ങിയെത്തുന്നതാണ്. ആര് പറഞ്ഞു? വായു ഭഗവാൻ പറഞ്ഞു. വായു ഭഗവാന്റെ ആ മധുരിക്കുന്ന ശബ്ദം, മകന്റെ സഹായത്തിന് വായുദേവൻ എത്തിച്ചേർന്നിരിക്കുന്നു, ഇനി ദുഃഖിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ കരച്ചിലിൽ നിന്ന്, കത്തിക്കാളിയ ഇടനെഞ്ചിലെ ആ ഒരു വേദനയിൽ നിന്ന് ശരിക്കും പറഞ്ഞ അവർക്കൊരു അമൃതായിരുന്നു ആ ഒരു സമയത്ത് അവർക്ക് ആ വാക്കുകൾ. വായുദേവന്റെ വാക്കുകൾ കേസരിയെയും അഞ്ജനയ്ക്കും ഒരുപാട് ആശ്വാസം കൊടുത്തു. അങ്ങനെ വായു ഭഗവാന്റെ അഭാവത്തിൽ, വായു ഭഗവാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എന്തായി? 3 ലോകങ്ങളും നിശ്ചലമായി. സർവചരാചരങ്ങളും ശ്വാസം കിട്ടാതെ ഇങ്ങനെ വിമ്മിട്ടപ്പെട്ട് നിൽക്കുകയാണ്. യാഗങ്ങളെല്ലാം മുടങ്ങി. കാരണം എന്താ? വായു ഇല്ലെങ്കിൽ തീ കത്തില്ല. ഈശ്വര പ്രാർത്ഥനകളെല്ലാം സ്തംഭിച്ചു. സത്കർമ്മങ്ങളൊക്കെ പാടെ അങ്ങ് നിലച്ചു. കൊത്തിവെച്ച പാവകൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നിശ്ചലമായി 3 ലോകങ്ങളിലെയും ജീവജാലങ്ങൾ നിൽക്കുകയാണ്. എല്ലാം നശിച്ചു പോകുന്നുള്ള ഒരു ഭയാനകമായിരിക്കുന്ന ഒരു ദുരവസ്ഥ. ജീവരാശികളുടെ പ്രാണൻ നിലനിർത്തി ചരാചരങ്ങളെ ചരിപ്പിച്ച് ധർമാനുഷ്ഠാനങ്ങളെ പരിപോഷിപ്പിക്കേണ്ട പഞ്ചഭൂതങ്ങളിൽ അഗ്രഗണ്യനായിരിക്കുന്ന വായു ഭഗവാന്റെ പിണക്കം. പഞ്ചഭൂതങ്ങളിൽ അഗ്രഗണ്യനാണ് വായു ഭഗവാൻ. അദ്ദേഹമാണ് ജീവജാലങ്ങൾക്കെല്ലാം ജീവനും പ്രാണനും എല്ലാം കൊടുക്കുന്നത് അല്ലേ? അപ്പൊ വായു ഭഗവാന്റെ പിണക്കം സകല ചരാചര പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിച്ചു കളഞ്ഞു. ഒന്നും നടക്കുന്നില്ല. ദേവന്മാരും യോഗിവര്യന്മാരും എല്ലാം മോഹാലസ്യപ്പെട്ട് താഴെ വീണു. മനുഷ്യരെല്ലാം പാവകളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കന്നുകാലികളെല്ലാം ശ്വാസം മുട്ടി ചത്തൊടുങ്ങി. ഓർക്കാപ്പുറത്ത് ലോകാവസാനം സംഭവിക്കുകയാണോ എന്ന് പോലും എല്ലാവരും ചിന്തിച്ചു. ദേവേന്ദ്രന്റെ സ്വൈര്യം നഷ്ടപ്പെട്ടു. താൻ വായുകുമാരന് നേരെ, വായു ഭഗവാന്റെ മകന്റെ നേരെ വജ്രായുധം പ്രയോഗിക്കണ്ടായിരുന്നു. ഇതാകെ അബദ്ധമായി. ഭവിഷ്യത്തുകൾ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ലല്ലോ, ഞാൻ മറന്നുപോയല്ലോ. ആദിത്യനാണെങ്കിലോ സൂര്യദേവനാണെങ്കിലോ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. കുറ്റം മുഴുവൻ എൻ്റെതാണല്ലോ. ലോകം അവസാനിക്കാനുള്ള കാരണവും ഞാനായി പോയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഗതി മുട്ടി ദേവേന്ദ്രനുമായിട്ട് കൂടിയാലോചന നടത്തി.
ഇനി എന്താ ചെയ്യാം? വായുദേവന്റെ ഒളി സങ്കേതം പോയിട്ട് കണ്ടുപിടിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ദേവേന്ദ്രാദി ദേവന്മാരെല്ലാം കൂടെ ത്രിമൂർത്തികളുടെ പാദങ്ങളിൽ പോയി അഭയം പറഞ്ഞു, സങ്കടമുണർത്തിച്ചു. ചെയ്തു പോയ തെറ്റിന് മാപ്പും ചോദിച്ചു. ശ്രീ കൈലാസനാഥനെയും, അതായത് മഹാദേവനെയും, അനന്തശയനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചൂസിനെയും, അതായത് നമ്മുടെ കിച്ചൂട്ടിനെയും ബ്രഹ്മദേവനെയും എല്ലാം പോയി സന്ദർശിച്ച് ദേവേന്ദ്രാദി ദേവന്മാരെല്ലാവരും സങ്കടം പറഞ്ഞു. അറിയാതെ ചെയ്തു പോയ മഹാ അപരാധത്തിന് ദേവേന്ദ്രനും ആദിത്യനും പലവട്ടം മാപ്പ് ചോദിച്ചു. വായു ഭഗവാന്റെ ഒളിസങ്കേതം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടെത്തി നമ്മുടെ ത്രികാലജ്ഞാനിയായിരിക്കുന്ന ശ്രീ മഹാദേവൻ. എവിടെയാണ് വായു ഭഗവാൻ ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ത്രികാലജ്ഞാനിയായിരിക്കുന്ന മഹാദേവൻ കണ്ടുപിടിച്ചു. ശ്രീ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവന്മാരുമൊത്ത് പാതാള ലോകത്തെ പ്രാപിച്ച് വായുദേവനെയും വായുകുമാരനെയും പോയി സന്ദർശിച്ചു. രണ്ടുപേരും അവിടെ പോയി ഇരിക്കുക. ത്രിമൂർത്തികളെയും ഏകകാലത്തിൽ ദർശിച്ച, ഒരേ സമയത്ത് ത്രിമൂർത്തികളെ കണ്ട വായുദേവൻ എന്ത് ചെയ്തു? ഭയഭക്തിയോടുകൂടി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് എന്റെ പുത്രനോട് ദേവേന്ദ്രനും ആദിത്യനും കാട്ടിയ ക്രൂരതകളെല്ലാം വിവരിച്ചങ്ങ് പരാതിപ്പെട്ടു. കരുണാർദ്ദ ചിത്തനായിരിക്കുന്ന, അത്യധികം കരുണഹൃദയത്തിലുള്ള നമ്മുടെ ശ്രീ മഹാദേവൻ എന്ത് ചെയ്തു? വായു ഭഗവാനെ സമാധാനിപ്പിച്ചു. ഇന്നു മുതൽ അങ്ങയുടെ പുത്രൻ ഹനുമാൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതായിരിക്കും. അവൻ ചിരഞ്ജീവിയായി ഭവിക്കും. തൻ്റെ മനസ്സിൽ തോന്നുന്ന രൂപത്തിൽ മാറുവാൻ അവന് ശക്തിയും ലഭിക്കും, സിദ്ധിയും ഉണ്ടാകും എന്നും പറഞ്ഞ് ഹനുമാൻ സ്വാമിയെ അങ്ങ് മഹാദേവൻ അനുഗ്രഹിച്ചു. പരാജയം എന്തെന്നറിയാത്തവനായും ശ്രേഷ്ഠനായ വിഷ്ണു ഭക്തനായും ഭവിക്കുമെന്ന ഹനുമാൻ ശ്രീ ലക്ഷ്മീ നാരായണന്മാരുടെ മാനസപുത്രനായും ഭവിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മഹാദേവൻ അങ്ങ് അനുഗ്രഹിച്ചു. ശ്രീ മഹാവിഷ്ണു അത് കേട്ട് കുഞ്ഞിനെ അങ്ങ് മാറോടുകൂടി ചേർത്ത് പിടിച്ചു. ആയുധങ്ങളൊന്നും ഹനുമാൻ സ്വാമിയെ അപകടത്തിൽപ്പെടുത്താൻ കഴിയില്ല. ബ്രഹ്മാസ്ത്രം പോലും അവനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് പ്രജാപതി ഹനുമാന് വരങ്ങൾ കൊടുത്തു. ഭക്തനും പരമോന്നതനുമായി ഭവിക്കുന്ന ഹനുമാൻ തികഞ്ഞ സംഗീത ഉപാസകനും സകലകലാവല്ലഭനായും ഭവിക്കുമാറാകട്ടെ എന്ന് ദേവേന്ദ്രനും വായുപുത്രന് അനുഗ്രഹിച്ചു. തൻ്റെ പുത്രന് ഇത്രയധികം സകല വരങ്ങളും സിദ്ധിച്ചതിൽ സന്തുഷ്ടനായിരിക്കുന്ന വായു ഭഗവാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് പുറപ്പെട്ടു പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. വായു ഭഗവാന്റെ സന്തോഷം ചരാചരങ്ങൾക്ക് പുതിയ ജീവനാണ് പകർന്നു കൊടുക്കുന്നത്. മോഹാലസ്യപ്പെട്ട് വീണ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വായു ഭഗവാൻ തിരിച്ചു വന്നപ്പോ എല്ലാവരും ഭൂമിയിൽ വായു ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുക. എല്ലാവരും ഉണർന്നു. അങ്ങനെ യാഗാദി കർമ്മങ്ങളെല്ലാം പുനരാരംഭിക്കപ്പെട്ടു. ത്രിലോകങ്ങളും ഉണർവും ഉന്മേഷവും വെന്ന് ചുറുചുറുക്കോടെ പ്രവർത്തനം ആരംഭിച്ചു. പുത്രനെയും നോക്കി അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ആര്? അഞ്ജനയും വീരകേസരി. മകനെ കണ്ടപ്പോ വായുദേവൻ നടന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് അവരോട് പറഞ്ഞു. തങ്ങളുടെ പുത്രന് ഇത്രയും അപാരമായിരിക്കുന്ന ശക്തികളോടുകൂടിയുള്ള വരം ലഭിച്ചു എന്ന് കണ്ടപ്പം അഞ്ജനയ്ക്കും കേസരിക്കും അങ്ങോട്ടും വല്ലാത്ത ആഹ്ലാദമുണ്ടായി. ശ്രീ പരമേശ്വരൻ നൽകിയ അനർത്ഥത്വമായിരിക്കുന്ന നാമത്തിൽ പുത്രനെ വിളിച്ച് സന്തോഷത്തോടുകൂടി അവരങ്ങ് ആഹ്ലാദിച്ച് ഹനുമാൻ ഹനുമാൻ എന്ന് വിളിച്ച് അഞ്ജനയും നമ്മുടെ വായു കേസരിയും സന്തോഷം കൊണ്ടങ്ങ് പൊട്ടിച്ചിരിച്ചു. കുസൃതിയായിരിക്കുന്ന ആ ഹനുമാൻ കുമാരനും ചിരി തുടങ്ങി. അവരോടൊപ്പം ഹനുമാന്റെയും അഞ്ജനയുടെയും കേസരിയുടെയും പൊട്ടിച്ചിരിയിൽ
നമ്മുടെ വായുദേവനും സന്തോഷത്തോടുകൂടി ആഞ്ഞു വീശി പ്രകൃതിയെ അങ്ങ് ചിരിപ്പിച്ചു. പ്രകൃതിയുടെ ആ കുണുങ്ങിച്ചിരിയില് പൂക്കുലകളൊക്കെ ആടി പുഷ്പവൃഷ്ടി ചെയ്ത് ആഞ്ജനേയസ്വാമിയുടെ ആ ഒരു വരവങ്ങ് ലോകത്തെ അങ്ങ് അറിയിച്ചു. എത്ര പേര് ഹനുമാൻ സ്വാമിയുടെ ഫാനായി ഇപ്പം? അത് കേൾക്കട്ടെ. നമ്മുടെ കർക്കിടക മാസത്തില്, രാമായണ മാസത്തിൽ എത്ര പേർക്ക് ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടവും ആ ഭക്തിയും എത്ര പേർക്ക് കൂടി? മെസ്സേജ് ഇട്ട്. ആരൊക്കെ ഇനി ഹനുമാൻ സ്വാമി അങ്ങ് മുറുകെ പിടിക്കും? ആരുമില്ല. ആരും ഹനുമാൻ സ്വാമിയുടെ ഫാനായില്ല. ഞാൻ ജയന്തി ശ്രീനിവാസൻ, ലാലി ശ്രീനിവാസൻ, ജയന്തി മാതാജി, ലാലി മാതാജി, രേഖ മാതാജി, എല്ലാവരും ഹനുമാൻ സ്വാമിയുടെ ഫാൻസായി അല്ലേ? ഇഷ്ടമായില്ലേ ഹനുമാൻ സ്വാമിയെ? സൂപ്പർ. നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട്, തീർച്ചയായിട്ടും വളരെ വെറൈറ്റി ആയിട്ട് നമ്മുടെ രാമായണ മാസത്തിൽ ഹനുമാൻ സ്വാമി അങ്ങ് വല്ലാതെ അടുത്തറിയാണല്ലേ. അത് ഭഗവാൻ തന്ന വലിയ കാരുണ്യമാണ്, അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാൻ. ഞാൻ പിടിക്കും മാതാജിന്ന്. സൂപ്പർ. പക്ഷെ ഹനുമാൻ സ്വാമിയെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വളരെ 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 ക്ലിയർ ആയിരിക്കണം. നമ്മളെല്ലാവരും വളരെ പരിശുദ്ധമായിരിക്കണം, എങ്കിലേ സ്വാമിയെ കിട്ടൂ. ഒരു കുഞ്ഞു അധർമ്മം പോലും സ്വാമി ക്ഷമിക്കില്ല. അങ്ങനെയുണ്ട്. ഇനി നമ്മുടെ വായു ഭഗവാന്റെ അനുവാദത്തോടെ ബാലഹനുമാൻ അക്ഷരാഭ്യാസം പഠിക്കാൻ തുടങ്ങി. പിടിക്കണം കേട്ടോ, എല്ലാവരും ഹനുമാൻ സ്വാമിയെ മുറുകെ പിടിക്കണം. വളരെ പ്യൂർ ആയിരിക്കണം നമ്മൾ. അങ്ങനെ ആള് ബാലവിദ്യാഭ്യാസം തുടങ്ങുകയാണ്. ആയുധാഭ്യാസം പഠിപ്പിക്കുവാൻ വീരകേസരിയും അഞ്ജനയും തീരുമാനിച്ചു. ആരെയാണ് ഇപ്പം ഗുരുവായിട്ട് സ്വീകരിക്കുക? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഈ കുരുത്തക്കേട് പിടിച്ചൊരു കുട്ടിയാണത്. ഇതിനെ പഠിപ്പിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടുന്ന് ചാടി അവിടെ, അവിടുന്ന് ചാടി ഇപ്പുറത്ത്, ഇപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്ത്, നിമിഷ നേരം കൊണ്ടാണ് ഓരോന്ന് ചെയ്തു കൂട്ടുക. അപ്പൊ ഈ കുരുത്തം കെട്ട കുഞ്ഞിനെ പഠിപ്പിക്കാൻ ആരെ കൊണ്ടുവരും ഒരു ഗുരുവായിട്ട്? ഭയങ്കര വികൃതി കുട്ടപ്പനാണേ. പിതാവായ വീരകേസരി തന്നെ മകന്റെ ആദ്യത്തെ ഗുരുവായി വിദ്യ അഭ്യസിപ്പിച്ചാലോ എന്ന് ആലോചിച്ചു. പിതാവ് തന്നെ ആയാൽ സ്നേഹവാത്സല്യം കൊണ്ട് ശിക്ഷണം ശരിയാകില്ലെന്ന് തോന്നി. അച്ഛൻ ആയിക്കഴിഞ്ഞാൽ സ്നേഹവും വാത്സല്യവും കുസൃതിക്കുട്ടനാണേ, ഒരു രക്ഷയില്ല. വായു ഭഗവാൻ അത് സമ്മതമില്ല.
വേണ്ട 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 വേണ്ട, അത് വീരകേസരിയായ ശരിയാവില്ല. വീരകേസരിയെ അവൻ അനുസരിക്കില്ല. അവൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചാടി ചാടി തുള്ളി നടക്കും. സകലകലാവല്ലഭനായിരിക്കുന്ന മറ്റൊരാളെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഗുരുസ്ഥാനം ഏൽപ്പിക്കുവാൻ അത് പുത്രന്റെ ശ്രേയസ്സിന് കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് വായു ഭഗവാൻ അഭിപ്രായപ്പെട്ടു. തത്വങ്ങളും സകലകലാ വൈദഗ്ധ്യവും കുമാരനെ പഠിപ്പിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഒരു നല്ല ഗുരുനാഥനെ വളരെ വൈകാതെ നമുക്ക് കണ്ടെത്തണം. 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് ഓടിക്കളിക്കുകയാണ് ആര്? നമ്മുടെ ബാലഹനുമാൻ. ഒരു രക്ഷയില്ല. ചിരിച്ചോണ്ടിരിക്കുന്നു. ഇവിടുന്ന് ചാടി അങ്ങോട്ട്, അവിടുന്ന് ചാടി ഇങ്ങോട്ട്, ഇവിടുന്ന് ചാടി അപ്പുറത്തേക്ക്, ഇങ്ങനെ കളിച്ച് ചാടിത്തുള്ളി രസിക്കുകയാണ്. പെട്ടെന്ന് ഏതോ ഒരു ദുഷ്ടമൃഗം ശബ്ദം ഉണ്ടാക്കി. ആ മൃഗത്തിന്റെ ശബ്ദം കേട്ട് നമ്മുടെ ബാലഹനുമാൻ ആ മരത്തിന്റെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടെ തടിച്ചു കൊഴുത്ത ഒരു വരയൻ വ്യാക്രം ആക്രമിക്കാൻ വേണ്ടി കണ്ണു മുരുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കൂസലില്ലാതെ നമ്മുടെ ബാലഹനുമാൻ എന്ത് ചെയ്തു? വൃക്ഷത്തിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്നു. വ്യാക്രത്തെ നോക്കിയിട്ട് ധൈര്യത്തോടെ 2 കയ്യും എടുത്ത് എളിക്കിങ്ങനെ വെച്ച് നിന്നിട്ട് ഞെളിഞ്ഞു നിന്നു. ഈ വ്യാക്രത്തെ നോക്കിയിട്ട് 1-2 ചുവടുകൾ വ്യാക്രം മെല്ലെ പിന്നോട്ട് വെച്ചു. എന്നിട്ട് കുതിച്ചങ്ങ് ഈ കുട്ടിയെ ഉപദ്രവിക്കാന്ന് വ്യാക്രം തീരുമാനിച്ചു. വ്യാക്രം കാണിച്ച അഭ്യാസങ്ങളെല്ലാം ഹനുമാനും അതുപോലെ തിരിച്ചു കാണിച്ചു. വ്യാക്രം പിന്നോട്ട് നിന്നപ്പോൾ ഹനുമാനും പിന്നോട്ട് നിന്നു. വ്യാക്രം തലയിളക്കിയപ്പോൾ ഹനുമാനും തലയിളക്കി. വ്യാക്രം എന്ത് ചെയ്തു? ഹരേ കൃഷ്ണ പ്രഭുജി. വ്യാക്രം എന്ത് ചെയ്തു? മേൽപോട്ട് ചാടി ഉയർന്ന്, ഒപ്പം ബാലഹനുമാനും മേലോട്ട് ചാടി ഉയർന്നു. വ്യാക്രവും ബാലഹനുമാനും തമ്മിൽ ഊക്കോടെ അങ്ങ് ഏറ്റുമുട്ടി. കൂട്ടിമുട്ടി ആ കുഞ്ഞിനെ, അതെ, സൂര്യഭഗവാനോട് പോകാൻ പറഞ്ഞ നമ്മുടെ കൊച്ചിനോടാ കളി. എന്നിട്ട് ഈ ബാലഹനുമാനും നമ്മുടെ വ്യാക്രവും തമ്മിൽ ഒരേപോലെ കൂട്ടിമുട്ടി താഴെ അങ്ങ് വീണു. ശത്രുവിനെ കടിച്ചു കൊതറി എറിയുന്നതിന് വേണ്ടി കോപത്തോടെ ദേഷ്യത്തോടെ ചാടി വന്ന നമ്മുടെ വ്യാക്രത്തെ 2 കൈകൊണ്ടും അങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് ബാലഹനുമാന്റെ വലത്തെ കൈയുടെ മുഷ്ടി അങ്ങ് ചുരുട്ടി വ്യാക്രത്തിന്റെ മുഖത്തിട്ടൊരു ഇടിയിടിച്ചു. അടി കിട്ടിയ വ്യാക്രം അങ്ങ് വേദന കൊണ്ടങ്ങ് പൊളഞ്ഞ് കരയാൻ തുടങ്ങി. വായെ കൂടെ രക്തം വരാൻ തുടങ്ങി. വ്യാക്രത്തിന്റെ കൂർത്ത പല്ലുകളെല്ലാം താഴെ വീണു. വേദന കൊണ്ട് പൊളഞ്ഞ അവശയായി തളർന്നു പോയ വ്യാക്രത്തിന്റെ പുറത്ത് കയറി ചിരിച്ച് ചിരിച്ച് ഇടിച്ച് 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 ഹായ് 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 എന്നും പറഞ്ഞ് അങ്ങ് ചിരിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് ശരിയാക്കി. വ്യാക്രത്തിനോട് പറയണം എന്നെയും കൂട്ടി നടന്നോളാൻ കാട്ടുകൂടി ഇടിച്ച് പപ്പടാക്കിയിട്ട്. ബാലഹനുമാന്റെ ഭാരം താങ്ങാനാവാൻ പറ്റാതെ വ്യാക്രം പറഞ്ഞ അയ്യോ എനിക്ക് വയ്യെന്നും പറഞ്ഞ് കുഴഞ്ഞു വീണു. ഉടനെ ഭേഷ് ഭേഷ് വീരബാലക, നിന്റെ ബാലലീലകൾ അത്ഭുതാവഹം തന്നെ. അപ്പൊ ഇത് കേട്ടപ്പം ഹനുമാൻ തിരിഞ്ഞു നോക്കി. ആരാ ഇപ്പൊ എന്നെ പുകഴ്ത്തുന്നത്? ശബ്ദം കേട്ട സൈഡിലേക്ക് വിസ്മയത്തോടെ അത്ഭുതത്തോടെ ബാലഹനുമാൻ നോക്കി. കാർവർണ്ണ നിറമുള്ള കറുത്ത കാട്ടാളൻ, പുലിത്തോലെടുത്ത കാട്ടാളന്റെ മാറിടത്തില് നിറയെ പുലിത്തോലുകള് പുലിനഖങ്ങളെല്ലാം കെട്ടിയ ഒരു മാലയുണ്ട്. അമ്പും വില്ലും കയ്യിലുണ്ട്. അയാളുടെ മുഖഭാവവും ശൈശേട്ടാ, അയാളുടെ മുഖഭാവവും വശ്യമായിരിക്കുന്ന ആ പുഞ്ചിരിയും ബാലഹനുമാനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. നല്ല കടഞ്ഞെടുത്ത ശരീരം, കരുണയുള്ള കടാക്ഷ വീക്ഷണം. ഇദ്ദേഹം ആരായിരിക്കും? ബാലഹനുമാൻ ചിന്തിച്ചു. ആ കുഞ്ഞു മനസ്സിൽ
എന്തെന്നില്ലാത്ത ഒരു ചിന്ത. ബാലഹനുമാന് ആ കാട്ടാളനോട് വല്ലാത്തൊരു ഭക്തി തോന്നി. കാട്ടാളൻ ചോദിച്ചു, എന്താണ് ബാലക, കണ്ണിമയ്ക്കാതെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വികൃതരൂപിയായിരിക്കുന്ന എന്നെ കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നുണ്ടോ? അപ്പൊ ഹനുമാൻ പറയാണ്, ഓ, എനിക്ക് ഭയമൊന്നുമില്ല. ഇതിനു മുമ്പ് ഈ കാട്ടിൽ കണ്ടിട്ടില്ലാത്ത അങ്ങ് ആരായിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഉടനെ കാട്ടാളൻ പറഞ്ഞു, ഞാൻ അപ്പുറത്തുള്ള മലയിൽ കുടി പാർക്കുന്നവനാണ്. സമർത്ഥനായിരിക്കുന്ന ബാലകന്മാരെ വിദ്യകൾ പഠിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിന്റെ ഗുരുസ്ഥാനം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ ചോദിച്ചു, അങ്ങേക്ക് വൃക്ഷത്തിൽ ചാടിക്കയറി കരണം മറിഞ്ഞ് ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ഉന്നം പിഴയ്ക്കാതെ ചാടാനും ആകാശത്തിൽ പറക്കാനൊക്കെ അറിയോ? ഉടനെ കാട്ടാളൻ പറഞ്ഞു, ഭേഷ് അറിയാം, നന്നായിട്ടറിയാം. പിന്നെയും അനേകം വിദ്യകളൊക്കെ എനിക്കറിയാം. അസ്ത്രപ്രയോഗം, മല്ലയുദ്ധം, നൃത്തം, സംഗീതം, പരഹൃദയ ജ്ഞാനം, ഇങ്ങനെ പലതും 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 എനിക്കറിയാം. ഉടനെ ഹനുമാൻ പറഞ്ഞു, ആ, എങ്കിൽ എനിക്ക് കൂടി അതൊക്കെ പഠിപ്പിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ കാട്ടാളൻ ചോദിച്ചു, ഇവിടെ വെച്ചോ? അത് സാധ്യമല്ല. കുമാരന്റെ അച്ഛനമ്മമാരെ കണ്ടിട്ട് അനുവാദം വാങ്ങി നല്ല സമയം നോക്കിയിട്ട് വേണം വിദ്യ അഭ്യസിക്കാൻ. അപ്പൊ ഹനുമാൻ പറഞ്ഞു, എങ്കി വാ, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലഹനുമാൻ കാട്ടാളനെയും കൂട്ടിക്കൊണ്ട് ഉത്സാഹത്തോടെ പോവാണ്. തങ്ങളുടെ മകന്റെ കൂടെ വീരനായിരിക്കുന്ന ഒരു കാട്ടാളൻ വരുന്നത് കണ്ടിട്ട് അഞ്ജനയും, ശിബേഷ് പ്രഭു പോയിട്ട് വരും, അഞ്ജനയും വീരകേസരിയും അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ഓ, ഇവൻ ഇനി ഏത് കാട്ടാളനെയാ പിടിച്ചോണ്ട് വരുന്നത്? വിവരദോഷികളായ കാട്ടാളന്മാരുമായിട്ട് ഞങ്ങളുടെ മകൻ കൂട്ടുപിടിക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്ത് പറഞ്ഞാലും ചെയ്യില്ലല്ലോ. അഞ്ജന ചോദിച്ചു, കുമാര, ഈ ചങ്ങാത്തം നീ എന്ന് ആരംഭിച്ചു? ഈ കാട്ടാളൻ ആരാ കുമാര? എന്തിനാ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അപ്പൊ ഹനുമാൻ പറയാണ്, അമ്മേ, ഇദ്ദേഹം സർവജ്ഞനാണ്. എല്ലാ വിദ്യകളും എന്നെ അഭ്യസിപ്പിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉടനെ വീരകേസരി പറഞ്ഞു, ഓഹോ, തന്നെ സർവജ്ഞനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഈ കാട്ടാളൻ തികഞ്ഞൊരു വഞ്ചകനായിരിക്കും മോനെ. അപ്പൊ കാട്ടാളൻ പറഞ്ഞു, ആലോചിക്കാതെ തിടുക്കപ്പെട്ടുള്ള തീരുമാനം സത്യവിരുദ്ധമായേ ഭവിക്കൂ. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പൊ വീരകേസരി ചോദിച്ചു, ഞങ്ങളുടെ മകനെ വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന നീ ആദ്യം ഞങ്ങളുടെ മകന്റെ അടുത്തേക്കാണോ പോകേണ്ടത്? ഞങ്ങളുടെ അടുത്തേക്കല്ലേ വരേണ്ടത്? അപ്പൊ കാട്ടാളൻ പറഞ്ഞു, ആരാണ് തന്റെ ഗുരുവെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും അവകാശമുണ്ട്, അത് നിഷേധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അഞ്ജന പറഞ്ഞു, അവനൊരു ബാലനാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പ്രായമല്ല അവൻ്റെത്. അതിന് സാധിക്കില്ല അവന്. ഒരു കാട്ടാളന്റെ അടുക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ മാത്രം പ്രാകൃതനല്ല ഞങ്ങളുടെ മകൻ. അപ്പൊ കാട്ടാളൻ പറഞ്ഞു, പ്രാകൃതം എന്ന് വിശേഷിപ്പിച്ചത് എന്റെ ഈ വേഷം കണ്ടിട്ടായിരിക്കാം. വേഷം കൊണ്ട് കണ്ട് പുച്ഛിക്കുന്നതും വിവരദോഷി എന്ന് മുദ്ര കുത്തുന്നതും വിവേകികൾക്ക് ഭൂഷണമല്ല. എന്നെ പരിഹസിക്കുന്ന നിങ്ങൾക്ക് എന്റെ കഴിവുകൾ പരിശോധിച്ചു നോക്കി പരീക്ഷിച്ചു നോക്കി വിധി കൽപ്പിക്കാമായിരുന്നില്ലേ? കാട്ടാളന്റെ ആ ബുദ്ധിയോടുകൂടിയുള്ള മറുപടി അഞ്ജനയെയും വീരകേസരിയെയും ഒന്ന് അത്ഭുതപ്പെടുത്തി. അവര് മുഖത്തോട് മുഖം നോക്കി. കാട്ടാളൻ സാധാരണക്കാരനല്ല. ഇനി എങ്ങനെ ഇവന്റെ കഴിവുകളൊക്കെ ഒന്ന് പരീക്ഷിക്കും? ഇവനുമായിട്ടൊരു ബലപരീക്ഷണം നടത്തിയാലോ? വീരകേസരി ആലോചിച്ചു. അങ്ങനെ വീരകേസരി അദ്ദേഹത്തിന്റെ തീരുമാനം കാട്ടാളനോട് പറഞ്ഞു. അപ്പൊ വീരകേസരി പറയാണ്, ഹേ കാട്ടാള, നിന്റെ കായിക ശേഷിയും അസ്ത്രാഭ്യാസ ചരുതയും പരീക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സമ്മതമാണോ? അപ്പൊ കാട്ടാളൻ പറഞ്ഞു, പൂർണ്ണ സമ്മതം തന്നെ. പക്ഷെ ഒരു നിബന്ധന. ജയാപരാജയങ്ങൾ വീക്ഷിച്ച് വിധി കൽപ്പിക്കുന്നതിന് മറ്റൊരാൾ കൂടി വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ കേസരി ചോദിച്ചു, അതിനെന്റെ ഭാര്യയായ അഞ്ജന ഇവിടെ ഉണ്ടല്ലോ.
അത് കേട്ട് കാട്ടാളൻ അങ്ങ് ഭയങ്കര പൊട്ടിച്ചിരി. കാട്ടാളൻ പറഞ്ഞു, അഞ്ജന നിങ്ങളുടെ ഭാര്യയാണ്. അതുകൊണ്ട് ജയം എപ്രകാരമായാലും വിധി ഏകപക്ഷീയമായിരിക്കും. ശരിയാണ്, കാട്ടാളന്റെ ബുദ്ധി അപാരം തന്നെ. ഇവനെ സർവജ്ഞനെന്ന് കുമാരൻ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. മൂന്നാമനായിട്ട് ഒരാൾ ജയപരാജയങ്ങൾ വിധി കൽപ്പിക്കുവാൻ വേണ്ടി അഞ്ജനയും വീരകേസരിയും വായുപുത്രനെ പ്രാർത്ഥിച്ചു. കാറ്റിന്റെ വേഗത വർദ്ധിച്ചു. പരിസരം മുഴുവൻ ഇളകി ആടാൻ തുടങ്ങി. വായുദേവന്റെ വരവ് പ്രകൃതി അങ്ങ് വിളിച്ചോതി. വായുദേവ, കാട്ടാളനും ഞാനും തമ്മിൽ ശക്തി പരീക്ഷണം ആരംഭിക്കുവാൻ പോവുകയാണ്. അവിടുന്ന് മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് ജയാപരാജയങ്ങൾ കൽപ്പിച്ചരുളിയാലും. സമ്മതമെന്ന ഭാവത്തിൽ ഒന്നും കൂടി കാറ്റങ്ങ് ആഞ്ഞു വീശി. തുടകളിലും ഭുജങ്ങളിലും കൈകൾ കൊണ്ട് അടിച്ചും ശക്തിയോടുകൂടി വീരകേസരി മേൽപോട്ട് ചാടി തുള്ളി വീണു. 1-2 പ്രാവശ്യം നമ്മുടെ ഈ വായുവിൽ തന്നെ, അന്തരീക്ഷത്തിൽ തന്നെ ഇങ്ങനെ ഇളകി മറിഞ്ഞ് കരണം മറിഞ്ഞൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസരിയുടെ തയ്യാറെടുപ്പ് കണ്ടിട്ട് കാട്ടാളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരംഭിച്ചു എന്ന ഭാവത്തിൽ ആംഗ്യം കാണിച്ചു. ചാടി കുതിച്ച് ഓടിയെടുത്ത വീരകേസരി തൻ്റെ സർവശക്തികളും സംഭരിച്ച് മുഷ്ടികൾ ചുരുട്ടി കാട്ടാളന്റെ മാറിൽ നോക്കിയൊരു കുത്തുകുത്തി. ഇടികിട്ടിയ കാട്ടാളൻ വളരെ ദൂരത്തേക്ക് ചെന്ന് തെറിച്ചു വീണു. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു കായിക ശക്തിയിൽ അഭിമാനത്തോടെ നമ്മുടെ അഞ്ജന അങ്ങ് കാട്ടാളനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്രത്യക്ഷനായി നിന്നിരുന്ന വായുദേവൻ ആഞ്ഞു വീശി അഞ്ജനയുടെ സന്തോഷത്തിൽ അങ്ങ് പങ്കുചേർന്നു. രംഗം കണ്ട ഹനുമാൻ സ്വാമി അങ്ങ് വിസ്മയത്തോടെ നിന്നു. പെട്ടെന്ന് നമ്മുടെ കാട്ടാളൻ അങ്ങ് ചാടി എഴുന്നേറ്റ് വന്ന് വീരകേസരി എടുത്തു വന്ന് മല പോലെ വളർന്ന് അവനെ അങ്ങ് വീരകേസരി അങ്ങ് അടക്കി കൂട്ടിയെടുത്ത് ആകാശത്തേക്ക് വീശിയൊരു ഏറെറിഞ്ഞു. വളരെ ദൂരം പോയ വീരകേസരിക്ക് വല്ല അപകടവും പറ്റിയോ എന്നറിയാണ്ട് അഞ്ജന അങ്ങ് അയ്യോന്നും പറഞ്ഞ് അങ്ങ് കരഞ്ഞു. സന്തോഷത്തോടെ കറങ്ങി അടിച്ച് വീശി നടന്ന ആ ഒരു കാറ്റ് മെല്ലെ വീശാൻ തുടങ്ങി. ബാലഹനുമാന്റെ വിസ്മയഭാവം അപ്പോഴും പോയിട്ടില്ല. ഇങ്ങനെ നോക്കി നിൽക്കുക. ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒഴുകി വന്ന വീരകേസരി മലർന്നടിച്ചു വീണു. ഓടിച്ചെന്ന് അഞ്ജന ഭർത്താവിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ മാറിടവും നെറ്റിയൊക്കെ തലോടി കൊടുത്തു. വീരകേസരിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ക്ഷീണിച്ചു പോയി. എങ്കിലും പേടിക്കണ്ട എന്ന് ആംഗ്യം കാണിച്ചു അഞ്ജന. ആ ഇളം കാറ്റ് വായു ഭഗവാൻ വീരകേസരിക്ക് ഒരു ആശ്വാസം കൊടുത്തു. വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്ന വീരകേസരി അവശനായി നിന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ബലപരീക്ഷണം വേണ്ടാന്ന് അഞ്ജന ഭർത്താവിനെ അങ്ങ് സമാധാനിപ്പിച്ച് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറഞ്ഞു. തൻ്റെ പൗരുഷം ചോദ്യം ചെയ്യപ്പെട്ടല്ലോ എന്ന് വീരകേസരിക്ക് ഭയങ്കരം വിഷമമായി. ഒളികണ്ണിട്ട് വീരകേസരി എന്ത് ചെയ്തു? കാട്ടാളനെ ഒന്ന് നോക്കി. യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കുലുക്കോ ഇല്ലാതെ എന്തിനും തയ്യാറാണെന്നുള്ള ഭാവത്തിൽ നമ്മുടെ എന്താ പറയുക, ഒരു ദേഷ്യവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആര്? നമ്മുടെ കാട്ടാളൻ. മല്ലയുദ്ധമെല്ലാം അവസാനിപ്പിച്ച് അസ്ത്രപ്രയോഗം ആരംഭിച്ചാലോ എന്ന് വീരകേസരി ആലോചിച്ചു. അങ്ങനെ കാട്ടാളനോട് കാര്യം പറഞ്ഞു. സമ്മതം എന്നുള്ള ഭാവത്തിൽ കാട്ടാളൻ തലകുലുക്കി. ഞാണങ്ങ് മുറുക്കി യുദ്ധത്തിനായിട്ട് അങ്ങ് ഉത്സാഹത്തോടെ റെഡിയായി. ചാപവും ശരവുമായിട്ട് യുദ്ധത്തോടുകൂടി സമരം ചെയ്യാൻ ഇറങ്ങിയ വീരകേസരി കാട്ടാളനെ ലക്ഷ്യമാക്കി തുടരെ 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 അങ്ങ് ബാണങ്ങൾ തൊടുത്തുവിട്ടു. അവയെല്ലാം അസ്ത്രങ്ങൾ ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിച്ചു കളഞ്ഞു നമ്മുടെ കാട്ടാളൻ. അനായാസമായിട്ട് കാട്ടാളൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. തനിക്കറിയാവുന്ന എല്ലാ അസ്ത്രവിദ്യകളും ഏറ്റവും ധീരമായ രീതിയിൽ തന്നെ വീരകേസരി എടുത്ത് പ്രയോഗിച്ചു. പക്ഷെ ആ പ്രകടനങ്ങളൊക്കെ വെറുതെയായി. ഒന്നുമില്ലാത്ത രീതിയിൽ, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ബാണങ്ങൾ തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുക വീരകേസരി. കയ്യിലെ ചാപവും ആവനാഴിയും എല്ലാം ഒരുപോലെ മുറിച്ച് വീരകേസരിയുടെ കയ്യിൽ ഇപ്പൊ ഇനി ഒന്നുമില്ല. കാട്ടാളന്റെ ഈ അത്ഭുത ശക്തികൾ കണ്ട അഞ്ജന അദ്ദേഹം സാധാരണക്കാരനായ ഒരു കാട്ടാളനല്ല എന്ന് ഉറപ്പിച്ചു.
ശ്രീ മഹാദേവൻ കാട്ടാളാകൃതി പൂണ്ട് തങ്ങളെ പരീക്ഷിക്കുവാൻ ആഗതനായിരിക്കുകയാണ്. കൈനിറിയെ പൂക്കളുമായി ഓടിയെത്തിയ അഞ്ജന ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് എന്തായി? സമർപ്പിച്ച് മാപ്പു ചോദിച്ചു. ശ്രീ മഹാദേവ, കാരുണ്യവാരിതേ, അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾ പൊറുത്തരുളിയാലും ദയാനിധേ, ആശ്രിത വത്സല, അഭയം അഭയം എന്നങ്ങ് അഞ്ജന പറയാൻ തുടങ്ങി. പൂക്കളെല്ലാം എറുത്ത് ഓടിയെത്തിയ ബാലഹനുമാൻ അതെല്ലാം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ പാതാര വിന്ദങ്ങളിൽ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. ബാലഹനുമാന്റെ നെറുകയിൽ തൃക്കരങ്ങൾ കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ശ്രീ മഹാദേവൻ സർവമംഗളങ്ങളും സിദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞനുഗ്രഹിച്ചു. എന്താ കേസരി, പുത്രന്റെ ഗുരുനാഥനായി നാം വിളങ്ങുന്നതിൽ നിനക്ക് വല്ല വിരോധവും ഉണ്ടോ? മഹാദേവൻ ചോദിക്കുകയാണ്. ചെയ്തു പോയ അപരാധം ആലോചിച്ച് ദുഃഖിതനായി നിന്നിരിക്കുന്ന വീരകേസരിയെ നോക്കി കാട്ടാളൻ അങ്ങ് പരിഹാസത്തോടെയാണ് ചോദിച്ചത്. മഹാപ്രഭു, അടിയങ്ങളുടെ മഹാ അപരാധങ്ങൾ പൊറുത്തരുളിയാലും അങ്ങയുടെ ദർശന സൗഭാഗ്യം സിദ്ധിച്ച ഈ ഉള്ളവർ മഹാധന്യരാണ്. അവിടുത്തെ ഗുരുസ്ഥാനം സിദ്ധിച്ച കുമാരൻ മഹാഭാഗ്യവാൻ തന്നെ. എല്ലാം അവിടുത്തെ ആഗ്രഹം പോലെ. അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചകൾ കണ്ട നമ്മുടെ വായു ഭഗവാൻ സർവേശ്വരനായിരിക്കുന്ന മഹാദേവന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കരുണാമയനായിരിക്കുന്ന ഇന്ദുചൂടന്റെ കൃപാകടാക്ഷം എല്ലാവരെയും കോരിത്തരിപ്പിച്ചു. അങ്ങനെ വീരകേസരിയും നമ്മുടെ മഹാദേവന്റെ ആ ഒരു കാട്ടാള രൂപം കണ്ട് തെറ്റിദ്ധരിച്ച് കാട്ടാളനെ വെറും ഒരു സാധാരണ കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോയതിൽ വളരെയധികം നാണം കെട്ട് തലകുനിച്ച് മാപ്പ് ചോദിച്ചു. കുടം നിറയെ നല്ല ശുദ്ധജലവുമായി വന്ന ബാലഹനുമാൻ എന്ത് ചെയ്തു? ശ്രീ മഹാദേവന്റെ തൃപാദങ്ങളിൽ അങ്ങ് അഭിഷേകം ചെയ്ത് പൂജിച്ചു. ആ പുണ്യതീർത്ഥം എല്ലാവർക്കും നൽകിയിട്ട് ബാലഹനുമാൻ അങ്ങ് സേവിച്ച് ആത്മനിർവൃതി പൂണ്ടു എന്ന് വേണം പറയാൻ. എന്നിട്ട് പറഞ്ഞു, അഞ്ജനെ, ഇപ്പോ വിദ്യാരംഭത്തിനുള്ള ശുഭമുഹൂർത്തമാണ്. കുമാരനെ മടിയിലിരുത്തിക്കോളൂ. മഹാദേവൻ ഇത് പറഞ്ഞപ്പം ഈശ്വര കൽപ്പനയോടുകൂടി അഞ്ജന ഭക്തിയോടുകൂടി മകനെ മടിയിലിരുത്തി. അങ്ങനെ ബാലഹനുമാൻ നീട്ടിയ നാവിൻ തുമ്പിൽ മോതിര വിരലിന് ആ തുമ്പുകൊണ്ട് ശ്രീ പരമേശ്വരൻ ആദ്യാക്ഷര മന്ത്രങ്ങൾ കുറിച്ചു. ഹനുമാൻ സ്വാമിക്ക് അപ്പോൾ രോമാഞ്ചമുണ്ടായി. 1000 ദിവ്യാനുഭൂതികൾ ബാലമനസ്സിൽ നുരഞ്ഞങ്ങ് പൊങ്ങി കരകവിഞ്ഞൊഴുകുന്നതായിട്ട് ഹനുമാൻ സ്വാമിക്ക് തോന്നി. ആകാശത്തിൽ ചിറകുകൾ വിടർത്തി പറക്കുന്നത് പോലെ തോന്നി. മഹാപണ്ഡിതന്മാരുടെ മധ്യത്തിൽ സർവജ്ഞ പീഠത്തിൽ താൻ ഉപവിഷ്ടനായിരിക്കുന്നത് പോലെയും ബാലഹനുമാന് തോന്നി. അപ്പോ പുതിയൊരു ആവേശം, പുതിയ ആകാശം, സമാധാനം,
സന്തോഷം, ഇതെല്ലാം തുടികൊട്ടി നിൽക്കുന്ന പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഹനുമാൻ സ്വാമി എത്തിച്ചേർന്ന ഒരു പരമാനന്ദമായിരുന്നു ഹനുമാൻ സ്വാമിക്ക്. ശ്രീ പരമേശ്വര, മഹാദേവ, ഗംഗാധര, കൈലാസവാസ, ദയാനിധേ, ബാലഹനുമാൻ സർവേശ്വര തൃപാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീരോടുകൂടി പറഞ്ഞു, അങ്ങ് വന്നത്, അടിയൻ ആദ്യമായി ദർശനം നൽകിയത് അങ്ങയുടെ ഈ ഒരു വേട്ടയ്ക്കൊരു മകന്റെ രൂപത്തിലാണല്ലോ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് നമ്മുടെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ അങ്ങ് നമസ്കരിച്ചു. ഒരു കാട്ടാള വേഷത്തിൽ വേട്ടയ്ക്കൊരു മകനായിട്ടാണ് ആദ്യം ദർശനം കൊടുക്കുന്നത്. ഹനുമാൻ സ്വാമിയെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് ഭഗവാൻ കാതുകളിൽ ദിവ്യ മന്ത്രങ്ങൾ ആദ്യമായി ഉപദേശിച്ചു. ബാലഹനുമാൻ അങ്ങ് കോരിത്തരിച്ചിരിക്കുകയാണ്. പ്രപഞ്ചഭാവങ്ങളെല്ലാം ആ ഇളം മനസ്സിലങ്ങ് ആനന്ദ നൃത്തം ചവിട്ടി. ആ ഒരു പുതിയ ജ്ഞാനം ബാലഹനുമാന്റെ കണ്ണുകൾക്ക് പുതിയ പ്രകാശം നൽകി. ഹൃദയത്തെ ബന്ധിച്ചിരുന്ന ആശാപാശങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു. എന്നും എവിടെയും എപ്പോഴും ഏത് നിലയിലും സമചിത്തത പാലിക്കാനും സകലതിനെയും വിജയിക്കുവാനുള്ള മനക്കരുത്ത് ആ ബാലഹനുമാൻ നേടിയെടുത്തു. അവൻ്റെ പിഞ്ചു മനസ്സിൽ നിന്ന് വികാരങ്ങളെല്ലാം പോയി. പകരം വിവേകം ഹൃദയത്തിൽ അങ്ങ് സ്ഥാനമുറപ്പിച്ചു. ശ്രീ പരമേശ്വര തൃപാദങ്ങളിൽ വീണ്ടും 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 ബാലഹനുമാൻ നമസ്കരിച്ചു. കുമാര, സംഗീതജ്ഞാനം സരസ്വതി ദേവിയിൽ നിന്ന് ഗ്രഹിച്ചുകൊള്ളൂ. നിന്റെ നാവിൻ തുമ്പത്ത് നിന്നിരുന്ന മന്ത്രാക്ഷരങ്ങൾ ശ്രവിച്ചു വാണീദേവി സംപ്രീതിയായി പ്രത്യക്ഷപ്പെടുന്നതാണ്. ബാലഹനുമാനെ നമ്മുടെ മഹാദേവൻ അനുഗ്രഹിച്ചു. കൈലാസനാഥൻ അപ്രത്യക്ഷനായി. വായു ഭഗവാനും അഞ്ജനയും വീരകേസരിയും അങ്ങ് മകനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പുഞ്ചികസ്ഥലേ പുഞ്ചികസ്ഥലേ, അഞ്ജനയുടെ ഹൃദയത്തിൽ നിന്ന് ബൃഹസ്പതിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഉൾവിളി കേട്ട് തൻ്റെ പൂർവ്വകാലം അഞ്ജനയ്ക്ക് ഓർമ്മ വന്നു. താൻ അഞ്ജനയല്ല, പുഞ്ചികസ്ഥലയാണ്. ബൃഹസ്പതിയുടെ പർണാശ്രമത്തിലെ അന്തേവാസിയാണ് ഞാൻ.
ശാപമോക്ഷം സിദ്ധിച്ചതിൽ അഞ്ജനയ്ക്ക് സന്തോഷം തോന്നിയില്ല. തൻ്റെ പൊന്നോമന പുത്രനെ പിരിയണമെന്നോർത്ത് അവൾ ദുഃഖിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഞ്ജനെ, ഈ ശുഭവേളയിൽ നീ കരയുന്നതെന്തിനാ? വായു ഭഗവാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ദേവി, നീ എന്തിനാ കരയുന്നത്? പരിഭ്രാന്തനായ വീരകേസരി അഞ്ജനയോട് ചോദിച്ചു. അമ്മേ, അമ്മേ, ഇനി ഞാൻ കുസൃതിത്തരങ്ങളൊന്നും കാട്ടുകയില്ല അമ്മേ. സർവേശ്വരന്റെ ഉപദേശം എനിക്ക് ആത്മപ്രകാശം നൽകി അമ്മേ. അമ്മ കരയാതിരിക്കൂ. മകന്റെ ശബ്ദം കേട്ട് ഹൃദയം വേദനിച്ച അഞ്ജന അവനെ മാറോടണച്ച് മൂർധാവിൽ ചുംബിച്ചു. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പുത്ര, അമ്മയ്ക്ക് സമയമായി. അമ്മ പോവുകയാണ്. ഉത്കടമായിരിക്കുന്ന വേദന സഹിക്കാൻ വയ്യാതെ എൻ്റെ ഇടനെഞ്ച് പൊട്ടിയിട്ടാണ് ഞാൻ കരഞ്ഞത്. ഒരുവിധം അഞ്ജന കണ്ണീരോടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, ബാലഹനുമാന്റെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു. അഞ്ജനെ, നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ കാതുകൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വീരകേസരി മറുപടി പറഞ്ഞു. അഞ്ജനെ, നീ എവിടെ പോകുന്നു? വായു ഭഗവാന് ഒന്നും മനസ്സിലാവില്ല. അദ്ദേഹവും ചോദിച്ചു. അഞ്ജന പറഞ്ഞു, ഞാൻ അഞ്ജനയല്ല. ബൃഹസ്പതിയുടെ പർണാശ്രമത്തിലെ അന്തേവാസിയായിരുന്ന പുഞ്ചികസ്ഥലയാണ്. എനിക്ക് ശാപമോചനം സിദ്ധിച്ചിരിക്കുന്നു. നിങ്ങളെ പിരിഞ്ഞ്, എൻ്റെ ഓമനപുത്രനെ പിരിഞ്ഞ് ഞാൻ പോവുകയാണ്. കേസരി പറയാണ്, ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല. എൻ്റെ അഞ്ജനയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. അഞ്ജന പറഞ്ഞു, വിധി അലംഘനീയമാണ്. എനിക്ക് പോകാതെ നിർവാഹമില്ല. പുത്ര, ഈ അമ്മയോട് ക്ഷമിക്കൂ. നിർഭാഗ്യവതിയായ ഈ അമ്മയ്ക്ക് വിട തരൂ. ഹനുമാൻ പറയാണ്, അമ്മേ, അമ്മ വേദനിക്കേണ്ട. വിധിയെ വെല്ലുവാൻ സൃഷ്ടാവിന് പോലും ശക്തിയില്ല. അമ്മ പൊയ്ക്കൊള്ളൂ. എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട. വായുദേവൻ പറഞ്ഞു, അഞ്ജനെ, പുത്രനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട. അവനെ കണ്ണും കരുത്തുമായി നാം ശ്രദ്ധിച്ചോളാം. കേസരി പറഞ്ഞു, അഞ്ജനെ, ഞാനും നിന്നോടൊപ്പം വരുന്നുണ്ട്. എന്നെ ഉപേക്ഷിക്കരുതേ. ദുഃഖം സഹിക്കവയ്യാതെ കേസരി പൊട്ടിക്കരഞ്ഞു. അഞ്ജന കണ്ണുമടച്ചു നിന്ന് ദേവഗുരുവിനെ പ്രാർത്ഥിച്ചു. അല്പം സമയം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന അഞ്ജന ഒരിക്കൽ കൂടി ബാലഹനുമാനായ ഓമനപുത്രനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെറുകയിൽ ഉമ്മ കൊടുത്ത് വായു ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നെ സ്പർശിച്ചുകൊള്ളൂ, അഞ്ജന വീരകേസരിയോട് പറഞ്ഞു. കേസരി അതനുസരിച്ചു. അടുത്ത ക്ഷണത്തിൽ പ്രകാശഗോളങ്ങളായി മാറിയ അഞ്ജനയും വീരകേസരിയും ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ബാലഹനുമാനും വായു ഭഗവാനും ആ അത്ഭുത കാഴ്ച ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പ്രകാശഗോളങ്ങൾ അകന്നകന്ന് അങ്ങകലെ ആകാശ നീലിമയിലേക്ക് മറഞ്ഞു. ബാലഹനുമാൻ വായു ഭഗവാന്റെ കരങ്ങളിൽ കണ്ണുനീരോടെ മുറുകെ പിടിച്ച് തൻ്റെ മാതാപിതാക്കൾ അവനെ വിട്ടകലുന്നത് നോക്കി നിന്നു. അദ്ദേഹം കുമാരനെ ആശ്വസിപ്പിച്ചു. അന്നു മുതൽ നമ്മുടെ ആഞ്ജനേയ സ്വാമി തീർത്തും തനിച്ചായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹനുമാൻ സ്വാമി അന്നും ഇന്നും ഏക ആശ്രയമായി കൂടെ കൊണ്ടു നടക്കുന്നത് ശ്രീരാമനാമം മാത്രം. ആ ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ജീവവായുവായി മാറി. ആ ജീവവായുവിനോടൊപ്പം ഹനുമാൻ സ്വാമി എന്നും ശ്രീരാമ മന്ത്രത്തോടുകൂടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ശ്രീരാമസ്വാമിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭക്തനാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി. ആഞ്ജനേയ സ്വാമിക്ക് മറ്റൊരു നാമമില്ല. ആ നാമം ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനും പോയി, അമ്മയും പോയി, എല്ലാവരും പോയി. ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ രാമമന്ത്രം മാത്രം.
हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ഹനുമാൻ സ്വാമിയോട് വളരെ ഇഷ്ടം കൂടി ഹരേ കൃഷ്ണ അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും നിങ്ങളെ എല്ലാവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുക അതാണ് എൻ്റെയും മഞ്ജരീസിൻ്റെയും ലക്ഷ്യം എത്ര പേര് കരഞ്ഞു പലരും കരഞ്ഞു കാണും പക്ഷെ രാമനാമം എവിടെയുണ്ടോ അവിടെ നമ്മുടെ ഭക്ത ഹനുമാൻജിയുണ്ട് എല്ലാവരും രാമനാമത്തിലൂടെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഹരേ കൃഷ്ണ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ഇങ്ങനെ ഹനുമാൻ ചരിതം ആരും എവിടെയും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ കഥകളൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കരഞ്ഞുപോയി ഞാനും പക്ഷെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കരയാം എനിക്ക് കരയാൻ പറ്റില്ല ഓ രാജമ്മേ ഹരേ കൃഷ്ണ താങ്ക് യു സൈന ചേച്ചി താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ജിഷ മാതാജി എനിക്ക് ഗുഡ് നൈറ്റ് ആയിട്ടില്ല മുമ്പ് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല പ്രീത മാതാജി താങ്ക് യു സോ മച്ച് സൗന്ദര്യാമ്മേ ജലജാമ്മേ ശശി പ്രഭു ജിഷ മാതാജി ജ്യോതി മാതാജി നെറ്റ് തീർന്നു ലാലി മാതാജി എന്തായാലും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹൃദയം പൊട്ടിപ്പോയി സത്യം അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഭക്ത ഹനുമാൻജിയുടെ കഥ എല്ലാവരും അറിയട്ടെ സമയം പോയത് അറിഞ്ഞില്ല 7 മണിക്ക് തുടങ്ങിയത് 8:50 ഓക്കെ ഹരേ കൃഷ്ണ അപ്പം നാളെ ക്ലാസ് ഇല്ല കേട്ടോ നാളത്തെ ഡേറ്റ് ജൂലൈ 20 നാളെ ഇല്ല കേട്ടോ അപ്പം മറ്റന്നാൾ കാണാം നാളെ എനിക്ക് കുറച്ച് യാത്രയുണ്ട് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ നമുക്ക് മറ്റന്നാളത്തെ ക്ലാസ്സിൽ സ്വസ്ഥമായിട്ട് കാണാം ഓക്കെ